ഉത്തമഗീതത്തിന്റെ വേറൊരു സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ 2 ഭാഗങ്ങളെ ചിന്തിച്ചു. ഇന്ന് നമുക്ക് 3-ാമത്തെ ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. നമ്മൾ 1-ാം അധ്യായവും 2-ാം അധ്യായത്തിന്റെ 7-ാമത്തെ വാക്യം വരെ നമ്മൾ ചിന്തിച്ചപ്പോൾ നമ്മൾ ഓർക്കുകയുണ്ടായി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി ചെയ്ത കാര്യങ്ങളാണ് അവിടെ ഊന്നി നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ക്രൈസ്റ്റ് ഈസ് ഫോർ മീ. 1-ാം അധ്യായത്തിന്റെ 1 തൊട്ട് 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെ കർത്താവ് നമുക്ക് ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്. എന്നാൽ 8-ാം വാക്യം തുടങ്ങി 3-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യം വരെ എന്നിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്ന ശുശ്രൂഷയാണ് നമ്മൾ ഊന്നി കണ്ടത്. ആദ്യം നമ്മൾ ഓർത്തു, ആദ്യത്തെ ഭാഗത്തില് നമ്മുടെ കർത്താവ് നമുക്ക് എന്തായി തീർന്നു. 2-ാമത്തെ ഭാഗത്തില് നമ്മൾ അങ്ങനെ ഒരു ആത്മീയ കൂട്ടായ്മയിൽ മാത്രം ജീവിതം കഴിപ്പാനല്ലേ, നമ്മള് കുറച്ചുകൂടെ ഉന്നതമായൊരു കാഴ്ചപ്പാടില് അവന്റെ താല്പര്യങ്ങൾക്ക് ഈ ലോകത്തെ നമ്മൾ ശുശ്രൂഷിക്കുന്നവരായി മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. നമ്മൾ ഇന്നലെ ഒരിക്കൽ കൂടി അത് ചിന്തിച്ചു. അതുകൊണ്ട് കർത്താവ് വിളിക്കുകയാണ്, എന്റെ പ്രിയെ എഴുന്നേൽക്ക, എന്റെ സുന്ദരി വരിക, കം അപ്പ് മൈ ഫേവൺ മൈ ഡൗ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അവളെ വാസ്തവത്തിൽ ഉണർത്തിക്കൊണ്ട്, അവളെ ശീതകാലം കഴിഞ്ഞുപോയി, നീ പ്രവർത്തിക്കേണ്ട ഒരു സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് അവളെ പ്രവർത്തന നിരതമാക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. ആ പ്രിയന് നമ്മൾ ഓർത്തു മതിൽക്ക് പുറത്തു നിൽക്കുകയാണ്. അവളായിരിക്കുന്നത് ഒരു മതിലിന്റെ ഉള്ളിലാണ്. ഒരു മതിലിന്റെ ഉള്ളില് കഴിഞ്ഞ ദിവസം നമ്മൾ ഓർത്തു, ഒരു സഭയ്ക്കുള്ളില് മാത്രം ഒതുങ്ങി നിന്നുകൊണ്ട് ആത്മീയ കാര്യങ്ങളിൽ തൽപരരായി ആ കൂട്ടായ്മയും സന്തോഷമൊക്കെ അനുഭവിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുമ്പോൾ പ്രിയന്റെ ആഗ്രഹം അവൾ മതിലിന്റെ പുറത്തേക്ക് ഇറക്കി ചെല്ലണം. നമ്മൾ ഓർത്തു, നമ്മുടെ കർത്താവ് ആ മതിലിന്റെ പുറത്ത് നിൽക്കുകയാണ്. ദാറ്റ് മീൻസ് ഹി ഈസ് മൂവിങ്. അവൻ പുറത്തു നിൽക്കുകയാണ്. നമ്മളിവിടെ വായിക്കുന്നു, കലക്കുട്ടിക്കും ചെറുമാനും തുല്യനായി അവൻ മലകളിൽ ഓടിയും ചാടിയും വരികയാണ്. അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയാണ്. യാതൊരു തടസ്സവുമില്ലാതെ നോക്കുക, പ്രതികൂലങ്ങളെ അവൻ തൃണവൽഗണിച്ചുകൊണ്ട് അവൻ വാസ്തവത്തിൽ അവിടെ ചലിക്കുമ്പോൾ നമ്മയും ആഹ്വാനം ചെയ്യുകയാണ് അവനോട് കൂടെ മുന്നോട്ട് വരുവാൻ. നമ്മള് അതുകൊണ്ട് അവളോടുള്ള കൂട്ടായ്മയുടെ ആ ബന്ധത്തിന്റെ ഒരു ഒലച്ചില് അവിടെ സംഭവിച്ചായിട്ടൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ ഓർക്കുകയുണ്ടായി. അവളെ വാസ്തവത്തിൽ നിന്ന് ഡിസ്റ്റർബ് ചെയ്യാൻ, സ്പിരിച്വൽ ഡിസ്റ്റർബൻസ്, അവളെ ഒന്നുകൂടെ വളർത്താൻ വേണ്ടി കർത്താവ് ഡിസ്റ്റർബ് ചെയ്തതാണ്. എന്നാൽ അതിന്റെ ശേഷം നമ്മൾ ഓർത്തു, അവൾ വീണ്ടും ആ കൂട്ടായ്മയിലേക്ക് മടങ്ങി വന്നു. ഇപ്പോഴും അവള് വാസ്തവത്തിൽ കർത്താവിനോടൊത്ത് പുറത്തേക്ക് പോകുവാൻ തൽപരയായില്ല. നമ്മൾ 3-ാം അധ്യായത്തിൽ വരുമ്പോഴൊക്കെ അവനെ അന്വേഷിക്കുന്നത് കിടക്കയിലാണ്. താഴോട്ട് വായിച്ചപ്പോൾ ഞാൻ അവനെ കണ്ടെത്തി, അവനെ കുറച്ചങ്ങോട്ട് ചെന്ന് ഞാൻ അവനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ വീണ്ടും അവനെ പിടിച്ച് 4-ാം വാക്യത്തില് എന്റെ അമ്മയുടെ വീട്ടിലേക്കും എന്നെ പ്രസവിച്ചവളുടെ അറയിലേക്കും കൊണ്ടുവന്നു. അവനെ വിട്ടില്ലേ? അവൾക്ക് ജന്മം ലഭിച്ചത് ദൈവസഭയിലാണ്. അവിടേക്ക് അവനെ മടക്കി കൊണ്ടുവന്നു. ആ കൂട്ടായ്മയിൽ തന്നെ മടക്കി കൊണ്ടുവന്നു. പക്ഷെങ്കിൽ കർത്താവിന്റെ കൃപയുടെ വലിപ്പമാണ് അവളെ ശല്യം ചെയ്യരുതെന്ന് അതിന്റെ 5-ാം വാക്യത്തിൽ വായിക്കുകയാണ്. ചെറുമാനുകളാണ്, പേടമാനുകളാണ്, പ്രേമത്തിന് ഇഷ്ടമാകുമ്പോഴും അതിനെ ഇളക്കരുത്, ഉണർത്തുകയും വരുത്. ഇത് ഇനിയുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ അല്പസമയം കഴിഞ്ഞു. എത്ര കാലം കഴിഞ്ഞു എന്നുള്ളത് നമുക്കറിയില്ല. നമ്മുടെ കർത്താവ് അവളുടെ ആത്മീക ഉന്നമനത്തിന് വേണ്ടി എത്ര കാലം അങ്ങനെ ടാരി ചെയ്തിട്ടാണ് ഇനിയുള്ള ഭാഗമെന്നുള്ളത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, 6-ാം വാക്യം തുടങ്ങി ഒരു പുതിയ ഒരു പ്രവർത്തന നിരതയായി തീർന്ന ശൂന്യമയാണ് നമ്മൾ കാണുന്നത്. നമ്മൾ 6-ാം വാക്യം തുടങ്ങി നമുക്ക് അതിന്റെ 11 വരെ ഒന്ന് വായിക്കാം. ആദ്യം, മൂറും കുന്തിരുക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകുത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നോൻ ഇവ ആർ. ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇസ്രായേൽ വീരന്മാരിൽ 60 വീരന്മാർ അതിന്റെ ചുറ്റുമുണ്ട്. അവരെല്ലാവരും വാളെടുത്ത യുദ്ധസമർത്ഥന്മാർ. രാത്രിയിലെ ഭയനിമിത്തം ഓരോരുത്തൻ അരയ്ക്ക് വാൾ കെട്ടിയിരിക്കുന്നു. ശലോമോൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. അതിന്റെ മെക്കട്ടിക്കൽ അവൻ വെള്ളികൊണ്ടും ചാരു പൊന്നുകൊണ്ടും ഇരിപ്പിടം രക്താംബരം കൊണ്ടും ഉണ്ടാക്കി. അതിന്റെ അന്തർഭാഗം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ടും വിചിത്ര ഖചിതമായിരിക്കുന്നു. സിയോൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്ന് ശലോമോൻ രാജാവിനെ അവന്റെ കല്യാണ ദിവസത്തിൽ, അവന്റെ ഹൃദയത്തിന്റെ ആനന്ദ ദിവസത്തിൽ തന്നെ അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടത്തോടുകൂടെ കാൺമീൻ. നോക്ക, ഇവിടെ ഒരു പുതിയ തുടക്കം നമ്മൾ കാണുന്നു. നമുക്ക് ആ ഭാഗത്തിലേക്ക് ഒന്ന് കടന്നുചെല്ലാം. ഇതുവരെയും അവൾ പ്രവർത്തന നിരതയാകുവാൻ തൽപരയായില്ല, അവൾ പുറത്തേക്ക് പോകുവാൻ തൽപരയായില്ല. എന്നാൽ ഇവിടെ നമ്മളൊരു പുതിയ പ്രോഗ്രസ്, എ പോസിറ്റീവ് ആക്ടിവിറ്റി, ഇവിടെ ക്രിയാത്മകമായ ഒരു പ്രവർത്തനം കാണുന്നു. അവൾ പ്രവർത്തിക്കുന്നതായിട്ട് അവളെ കാണുകയാണ്. ഈ 6 തൊട്ട് 11 വരെ അവനോടുള്ള വാസ്തവത്തിൽ ഏകീകരിക്കപ്പെട്ട ഒരു കംപ്ലീറ്റ് യൂണിയനില് അവൾ അവനോടൊത്ത് മൂവ് ചെയ്യുന്നതായിട്ട് വായിക്കുന്നു. ശലോമോനും ആ പ്രിയയും ഒരു പല്ലക്കിൽ യാത്ര ചെയ്യുകയാണ്.
മരുഭൂമിയെ താണ്ടിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ചിത്രമാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഒരു വലിയ പ്രൊസഷൻ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു മരുഭൂമിയിൽ കൂടെ. ആത്മീയമായി നമുക്ക് അതിന്റെ അർത്ഥം നോക്കാം. ഇവിടെ വരുമ്പോൾ അതിന്റെ 6-ാം വാക്യത്തില് ഒരുത്തൻ ശബ്ദമുയർത്തി ചോദിക്കുകയാണ്, ആരാണിത്, ഇതെന്താണ്, വാട്ട് ഈസ് ഇറ്റ് ഓർ ഹൂ ഈസ് ഇറ്റ്, ഇതെന്താണ്? ഒരു പുകപടലം പോലെ, ഒരു പുകത്തൂൺ ഇങ്ങനെ കയറി വരുന്നത് പോലെ അവൾ കാണുകയാണ്. അവള് ഒരു വ്യക്തി ചോദിക്കുകയാണ്, ആരാണിത്, എന്താണിത്? ഒരു പക്ഷെങ്കിൽ ആ ചോദിച്ചത് ആരാണെന്നുള്ളത് വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ നമുക്കൊരു സത്യം അറിയാം, ദൂതഗണങ്ങളെ വിശുദ്ധന്മാരെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, സഭയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 പത്രോസ് 1:12, എഫേസ്യർ 3:10-11 വാക്യങ്ങൾ. 1 പത്രോസ് 1:12 എഫേസ്യർ 3:10-11 വാക്യങ്ങളിലെ വാഴ്ചകളും അധികാരങ്ങളും വാസ്തവത്തിൽ ദൈവസഭയെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവരിൽ കൂടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവിന്റെ പിൻവരുന്ന മഹിമയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ അവർ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ദൂതന്മാര് പല ദൈവിക ജ്ഞാനത്തെക്കുറിച്ച് പഠിക്കുന്നത് സഭയെ നോക്കിക്കൊണ്ടാണ്. സഭയെ നോക്കുന്ന ഒരുപാട് പേരുണ്ട്. ഈ ലോകം മാത്രമല്ല, നമുക്ക് കാണുവാൻ കഴിയാത്ത ലോകവും വാസ്തവത്തിൽ സഭയെ ശ്രദ്ധിക്കുന്നു. അല്ലെങ്കിൽ ആ 2 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ അവിടെ വരില്ല. ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും സഭ മുഖാന്തരം അറിവായി വരുന്നു. മാത്രമല്ല, സ്വർഗത്തിലെ വാഴ്ചകൾ, ദൂതഗണങ്ങൾ സഭയെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നു. വളരെ ശ്രദ്ധേയമായ വാക്യങ്ങളാണ്. മാത്രമല്ല, സഹോദരന്മാരുള്ള ബന്ധത്തിൽ ഓർപ്പിച്ചു 1 കൊരിന്ത്യർ 11:10 അതുകൊണ്ട് മാലാഖമാരെ ആദരിച്ച് സ്ത്രീകൾക്ക് ശിരോവസ്ത്രം ഉണ്ടായിരിക്കണം. കാരണം എന്താണ്? ഈ ദൂതന്മാരെ അവരെ നോക്കി പലതും പഠിക്കുന്നു. സഭ വാസ്തവത്തിൽ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നുള്ളതിന്റെ ഒരടയാളമായിട്ട് ആ ശിരോവസ്ത്രം സ്ത്രീകൾ ധരിച്ചിരിക്കുന്നതായിട്ട് വചനം പഠിപ്പിക്കുന്നു. അതും സഭയെ നോക്കി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നോക്കുക, ഒരു വ്യക്തി ശബ്ദമുയർത്തി ചോദിക്കുമ്പോൾ 3 പേര് അതിന്റെ മറുപടി പറയുന്നു. 7-8 വാക്യം ഒന്നാമത്തെ വ്യക്തി മറുപടി പറയുന്നു. 9-10 വാക്യം രണ്ടാമത്തെ വ്യക്തി മറുപടി പറയുന്നു. 11-ാമത്തെ വാക്യം വേറൊരുവൻ മറുപടി പറയുന്നു. നോക്കിയേ, 7-8 വാക്യം ഒരാൾ പറയുന്നു മറുപടി. അതിന്റെ ഈ പ്രൊസഷന്റെ ഒരു ഭാഗമേ പറയുന്നുള്ളൂ. രണ്ടാമത്തെ വ്യക്തി 9-10 വാക്യം പറയുന്നു. മൂന്നാമത്തെ വ്യക്തിയാണ് 11-ാമത്തെ വാക്യം പറയുന്നത്. അപ്പൊ 6-ാം വാക്യത്തിൽ ശബ്ദമുയർത്തി ചോദിക്കുന്ന ചോദ്യത്തിന് 3 പേര് അതിന്റെ മറുപടി പറയുകയാണ്. ഇനി നമുക്ക് ആദ്യം ആ ചോദ്യം ഒന്ന് നോക്കാം. 6-ാം വാക്യം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. 6-ാം വാക്യം, മൂരും കുന്തിരിക്കവും കൊണ്ട് കച്ചവടക്കാരന്റെ സകലവിധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്ന പുകത്തൂൺ പോലെ മരുഭൂമിയിൽ നിന്ന് കയറി വരുന്നവനിവർ ആർ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ഹൂ ഓർ വാട്ട് എന്നാണ്. ഹൂ ഓർ വാട്ട്, വാട്ട് ഈസ് ഇറ്റ് ഓർ ഹൂ ഈസ് ഇറ്റ്, ഇതെന്താണ് അല്ലെങ്കിൽ ഇതാരാണ്? Is that cometh out of the wilderness like pillar of smoke, perfumed with myrrh and frankincense, with all powder of the merchants. നോക്കുക, ഈ പ്രൊസഷനെ കാണുമ്പോൾ വാട്ട് ഈസ് ഇറ്റ് ഓർ ഹൂ ഈസ് ഇറ്റ് എന്നേ ചോദിക്കുന്നുള്ളൂ. ഇതാരാണ്, ഇതെന്താണ്? ഒരു അടുത്തു വരുന്തോറും അതിന്റെ സൗരഭ്യത്തിന്റെ മണം ആസ്വദിപ്പാൻ കഴിയുന്നു. മൂരും കുന്തിരിക്കവും കച്ചവടക്കാരന്റെ സകലവിധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്നു. വളരെ അർത്ഥപൂർണമായ ആശയങ്ങൾ. നമ്മൾ ഓർത്തു, പരിശുദ്ധാത്മാവിനാൽ രചിക്കപ്പെട്ട ഈ ഗീതം വാസ്തവത്തിൽ ആഴമേറിയ ദൈവിക സത്യങ്ങളാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇവിടെ ഒന്നാമത് നോക്കുക, ഈ ചിത്രം നമുക്ക് തന്നിരിക്കുന്നത് മരുഭൂമിയിലാണ്. ഇറ്റ്സ് ഇൻ എ വിൽഡർനെസ്. നമ്മളെ 1-ാം അധ്യായത്തിന്റെ 14-ാം വാക്യത്തിൽ സഭ മരുഭൂമിയിലാണെന്നുള്ളത് കണ്ടു. എൻഗതിയിലെ മുന്തിരിത്തോട്ടം. ഇവിടെ നോക്കുക, ഈ പ്രൊസഷൻ കയറി മുന്നോട്ട് പോകുന്നത് ഒരു മരുഭൂമിയിൽ കൂടെയാണ്. നമുക്കറിയാം, മരുഭൂമി കുറിച്ച് പഠിക്കുമ്പോൾ അതൊരു ട്രാക്ലെസ് എന്ന് പറഞ്ഞാൽ പാത അറിയാത്ത ഒരു പ്രതലമാണ്. മരുഭൂമിയിൽ കടന്നുപോയാൽ അവിടെ വഴികളൊന്നുമില്ല, അവിടെ ഇന്നോട്ട് തിരിയണമെന്നുള്ള ലക്ഷ്യമൊന്നുമില്ല. അവിടെ ദൈവത്തിന്റെ ഗൈഡൻസ് ആവശ്യമാണ്. അതുകൊണ്ടാണ് ദൈവജനത്തെ മേഘസ്തംഭവും അഗ്നിസ്തംഭത്തിലും ഗൈഡ് ചെയ്ത് കൊണ്ടുപോകുന്നത്. അവിടെ രണ്ടാമത് ദൈവത്തിന്റെ പ്രൊവിഷൻ ഇല്ലെങ്കിൽ, അതായത് ഭക്ഷണങ്ങൾ ഉയരത്തുനിന്ന് കിട്ടുന്നില്ലെങ്കിൽ അവർക്ക് ജീവിപ്പാൻ സാധിക്കുകയില്ല. മന്നയും വെള്ളവും ഒക്കെ ദൈവം മിറാക്കുലസ്ലി പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ മരുഭൂമിയിൽ അവരെ ജീവിച്ചു പോയത്. മൂന്നാമത്, മരുഭൂമിയിൽ അവർക്ക് തണലും വെളിച്ചവും ദൈവമാണ് നൽകിയിരുന്നത്. മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന്റെ വാസ്തവത്തെ സ്ഥിതിയാണ്. വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിനെ പുലർത്തുന്ന പോറ്റുന്ന യാതൊന്നും ഈ മരുഭൂമി തരാനായിട്ടില്ല. ഇവിടെ അവർക്കെല്ലാം പ്രതികൂലമാണ്. എങ്കിലും ഇവിടെ ദൈവം തന്റെ കരം പിടിച്ചവരെ നടത്തുന്നു. അവർക്ക് ആവശ്യമുള്ള ആത്മീയ ഭോജനം കൊടുക്കുന്നു. നോക്കുക, അവനവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഇതെല്ലാം നമ്മൾ ഈ മരുഭൂമിയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാൻ കഴിയുന്നുണ്ട്. നമ്മൾ മെഫിബോശത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ആ ഭാഗം ശ്രദ്ധിച്ചാൽ, മെഫിബോശത്തിനെ രാജമേശയിലേക്ക് കൊണ്ടുവരുന്നത് ലോദേബാറിൽ നിന്നാണ്.
ലോദേബാർ എന്ന വാക്കിന്റെ അർത്ഥം എ പ്ലേസ് വെർ ദർ ഇസ് നോ പാസ്ചർ, മേയുവാൻ ഇടമില്ലാത്ത ഇടം. നോക്കുക, മേയുവാൻ ഇടമില്ലാത്ത മരുഭൂമി സമാനമായ ഒരു പ്രതലത്തിൽ നിന്നാണ് മെഫിബോശത്തിനെ രാജാവിന്റെ മേശയിലെ ഭക്ഷണത്തിനായിട്ട് കൊണ്ടുവരുന്നത്. നമ്മളുടെ സ്ഥിതിയാണ്. വചനം അത് വീണ്ടും വീണ്ടും നമ്മളെ ആവർത്തിച്ച് പഠിപ്പിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം ഓർത്തു, എന്റെ പ്രിയ, ഞാൻ നിന്നെ ഫറവോന്റെ രഥത്തിന് കെട്ടുന്ന പെൺകുതിരയോട് ഉപമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ലോകത്തിൽ നിന്ന് വലിയ വില കൊടുത്ത് അവയെ വിലയ്ക്ക് മേടിച്ച് അവ നോക്കുക, ഇന്ന് ഫറവോന്റെ സ്റ്റേബിൾസിലെ ദ ബെസ്റ്റ് വീറ്റ്, ഏറ്റവും മേത്രമായ ഗോതമ്പ് കൊടുത്ത് അവയെ പോഷിപ്പിച്ച് അവയെ നിർത്തിയിരിക്കുകയാണ്. അവിടെ വീണ്ടും ദൈവജനത്തിന്റെ ഈ മരുഭൂമിയുടെ അവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ കാണിക്കുന്നത്. എന്നാൽ ഇവിടെ നോക്കിയാട്ടെ, ഈ മരുഭൂമിയിൽ ഇവരാരാണ്? പുകത്തൂണാണ്. പുകത്തൂണ് നോക്കുക, അതിന്റെ ആ പ്രയോഗം നോക്കിയാട്ടെ. ലൈക്ക് എ പില്ലർ ഓഫ് സ്മോക്ക്. പില്ലറ് വാസ്തവത്തിൽ തിരുവചനത്തിൽ ഉറപ്പിനെ, ശക്തിയെ കാണിക്കുന്നുണ്ട്. വചനത്തില് എപ്പം നമ്മൾ നോക്കിയാലും ഉറപ്പ് അല്ലെങ്കിൽ ശക്തി, ഇൻ അൺമൂവബിൾ, ഒരിക്കലും മാറ്റമില്ലാത്ത ഒന്നിനെയാണ് തൂണ് കാണിക്കുന്നത്. വചനത്തിൽ വളരെ വ്യക്തമാണ്. വേണമെങ്കിൽ 1-2 വാക്യം നമുക്ക് നോക്കാം. വെളിപ്പാട് പുസ്തകം 3:12 ജയിക്കുന്നതിനെ ഞാൻ എന്റെ ദൈവത്തിന്റെ ആലയത്തിൽ ഒരു തൂണാക്കും, പില്ലറാക്കും, അൺമൂവബിൾ. വീണ്ടും നമ്മൾ ഗലാത്യർ 2:9 ചില സഹോദരന്മാരെ കുറിച്ച് പറയുന്നത് നോക്കിയാട്ടെ. ഗലാത്യർ 2-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിലെ ഈ തൂണുകളുള്ള ബന്ധത്തിൽ വീണ്ടും നമ്മൾ അവിടെ വായിക്കുന്നു. ഗലാത്യർ 2:9 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: തൂണുകളായി എണ്ണപ്പെട്ടിരിക്കുന്ന യാക്കോബും കേഫാവും യോഹന്നാനും ഞങ്ങൾ ജാതികളുടെ ഇടയിൽ അവർ പരിശോധനക്കാരുടെ ഇടയിൽ സുവിശേഷം അറിയിപ്പാൻ തക്കവണ്ണം എനിക്ക് ബർന്നബാസിനും കൂട്ടായ്മയുടെ വലങ്കൈ തന്നു. എന്നാൽ ഇവിടെ നോക്കുക, സഭയിലെ യാക്കോബും കേഫാവും യോഹന്നാനും തൂണുകളായി എണ്ണപ്പെട്ടവരാണ്. ദൈവസഭയുടെ തൂണുകളാണ് അവർ. ചില വ്യക്തികളെ അങ്ങനെ വായിക്കുന്നു. ഇനി നമുക്ക് സഭയെക്കുറിച്ചൊന്ന് വായിച്ചു നോക്കാം. സഭ ഈ ലോകത്തിൽ എന്താന്ന് നോക്കിയാട്ടെ, ദൈവസഭ എന്താണെന്ന് നോക്കിയാട്ടെ. 1 തിമോഥെയോസ് 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: ജീവനുള്ള ദൈവത്തിന്റെ സഭയാകുന്ന ദൈവാലയം, ഹൗസ് ഓഫ് ഗോഡ്, ഹൗസ് വിച്ച് ഈസ് ദ ഹൗസ് ഓഫ് ദ ലിവിംഗ് ഗോഡ്. ജീവനുള്ള ദൈവത്തിന്റെ ആലയമാണ്. അതെന്താണെന്നാ പറഞ്ഞത്? അത് സത്യത്തിന്റെ തൂണാണ്, സത്യത്തിന്റെ അടിസ്ഥാനമാണ്. നോക്കുക, ദൈവത്തിന്റെ സത്യം പ്രദർശിപ്പിക്കുന്ന പ്രതലമാണ് ദൈവസഭ. അതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ആ സത്യമാണ് അതിന്റെ അടിസ്ഥാനവും അതിന്റെ തൂണും ദൈവസഭ. ഈ ലോകത്തിൽ ദൈവസഭയെ എങ്ങനെ ആക്കിയിരിക്കുന്നു എന്നുള്ളത് നോക്കുക. അപ്പോൾ പില്ലർ അല്ലെങ്കിൽ തൂണുകൾ എന്ന് പറയുമ്പോൾ വചനത്തിൽ ഉറപ്പിനെ, മാറ്റമില്ലാത്തതിനെ, ആപ്രൈച്ചസ്നെസ്സിനെ എന്ന് പറഞ്ഞാൽ ആ ഉയർന്നു നിൽക്കുന്ന, മാറ്റമില്ലാതെ നെടുന്തൂണായി നിൽക്കുന്ന, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നു. എന്നാൽ നമ്മളൊന്ന് ചിന്തിച്ച്, ഒരു തൂണിന് ഇങ്ങനെ ബലമുണ്ടെങ്കിൽ, ഇങ്ങനെ അപ്രൈച്ചസ്നെസ്സിനെ കുറിച്ച് പഠിപ്പിക്കുന്നെങ്കിൽ, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ തൂണ് പുകത്തൂണാണ്. പുക കൊണ്ടുള്ള തൂണിന് എന്നാ ബലം? നോക്കിയേ, പരിശുദ്ധാത്മാവ് ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗം പുകത്തൂണാണ്. നമ്മൾ യോവേൽ 2:29-30 വരുമ്പോഴും ഭാവിയിലെ വാസ്തവത്തിൽ പരിശുദ്ധാത്മാവ് മൂലം അവിടെ ചില ശുശ്രൂഷകൾ ചെയ്യുമ്പോൾ പറയുന്നുണ്ട്, തീയും പുകത്തൂണും ഒക്കെ അവർ കാണുമെന്നുള്ളത് എടുത്ത് പറയുന്നുണ്ട്. യോവേൽ പ്രവചനം 2:29-30 വാക്യം. എന്നാൽ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്ന ഒരു സത്യം, നാം വളരെ ബലഹീനരാണ്, നമ്മൾ വെറും മൺപാത്രങ്ങളാണ്. ഈ ഭാഗം പഠിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചു, ദൈവത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് ഈ പുകത്തൂണ് പോലെയുള്ള ഒരു സിമിലാരിറ്റി. അത് പുറപ്പാട് പുസ്തകം 14:19-20 വാക്യത്തിലാണ്. പുറപ്പാട് 14:19-20 വാക്യത്തില് ദൈവത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണത്. ഇസ്രായേൽ മക്കളെ പുറപ്പെടുവിച്ചു കൊണ്ടിരുമ്പോൾ നോക്കുക, മിസ്രൈമ്യർക്കും ഇസ്രായേലിനും മധ്യത്തില് ആ പുകത്തൂണ് പോലെ ദൈവം അവിടെ നിൽക്കുന്ന ചിത്രമാണ് വായിക്കുന്നത്. ദൈവത്തെ അതിനോട് കമ്പയർ ചെയ്ത് പറഞ്ഞെങ്കിൽ സ്ക്രിപ്ചറിൽ 2ാമത്തെ റെഫറൻസ് വരുന്നത് ദൈവജനത്തോടുള്ള ബന്ധത്തിലാണ്. ഇവിടെയാണ് ഈ വരുന്ന റെഫറൻസ്. ഈ 2 ഭാഗത്തെ ഇങ്ങനെ റെഫർ ചെയ്തിട്ടുള്ളൂ. നോക്കുക, ദൈവത്തിന് കൊടുത്തിരിക്കുന്ന റെഫറൻസ് ആണ് ഇവിടെ ദൈവജനത്തോടുള്ള ബന്ധത്തിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നു. അവരെ പുകത്തൂണാക്കുകയാണ്. അവർ വളരെ ബലഹീനരാണ്, എങ്കിലും അവരാരാണ്? തൂണാണ്. ഇനിയും ഇവിടെ നമുക്ക് വീണ്ടും ഒരു സത്യം കൂടെ പഠിപ്പിക്കാം. പുകയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അതെപ്പോഴും ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും, അല്ലേ? പുക എപ്പോഴും മുകളിലോട്ട് പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നോക്കുക, നമ്മളുടെ ആശയും ആഗ്രഹവും ലക്ഷ്യവും ഒക്കെ ഉയരത്തിലാണ്. കൊലോസ്യർ 3 വായിക്കുന്നു, നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നെങ്കിൽ ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നമ്മൾ അങ്ങോട്ട്, അത് പുക ഉയരത്തിലേക്ക് ഉയരുന്നത് പോലെ. നമ്മൾ യോഹന്നാൻ 4:14 വായിക്കുന്നുണ്ടല്ലോ, ഞാൻ കൊടുക്കുന്ന വെള്ളം അവൻ ഇന്ന് നിത്യജീവങ്ങളിലേക്ക് പൊങ്ങി വരുന്ന നീരുറയായി മാറും. ബബ്ലിംഗ് അപ്പ്.
എല്ലാം ഉയരത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ആരാധന, നമ്മുടെ സ്തുതികളെ, സ്തോത്രങ്ങളെ, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ഉയരത്തിലേക്കാണ്. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി, അപ്രൈറ്റായി ഈ ലോകത്തിൽ നിൽക്കുന്ന തൂണുകളാണെങ്കിലും നമ്മൾ ബലഹീനരാണ്, പുകത്തൂണാണ്. പക്ഷെ ഈ പുകത്തൂണിന്റെ പ്രത്യേകത അതെപ്പോഴും ഉയരത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു തൂണാണ്. എന്നാൽ ഇതിന്റെ മനോഹരത്വം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുകത്തൂണിനെ കുറിച്ച് പറയുമ്പോൾ ഇറ്റ് ഈസ് പെർഫ്യൂംഡ് വിത്ത് മിറ ആൻഡ് ഫ്രാങ്കൻസെൻസ്. ആ പദമൊന്ന് ശ്രദ്ധിച്ചേ, വളരെ ശ്രദ്ധേയമാണ്. മൂരും കുന്തിരുക്കവും കച്ചവടക്കാരന്റെ സകലവിധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ഈസ് പെർഫ്യൂംഡ്, പരിമളപ്പെട്ടിരിക്കുന്നു. അതിന്റെ സൗരഭ്യം ഈ വസ്തുക്കളാണ്. നമുക്കറിയാം, പുകവലിക്കുന്നവരുടെ അടുക്കൽ പോയിരുന്നാൽ ആ പുകവലിയുടെ ഒരു മണമുണ്ട് അവർക്ക്. നോക്കുക, അവര് വലിച്ചില്ലെങ്കിലും അവരിൽ നിന്നൊരു ഗന്ധം അവിടെ പുറപ്പെടുന്നുണ്ട്. ദൈവജനത്തിൽ നിന്ന് പുറപ്പെടുന്ന ഗന്ധമാണ് ഇവിടെ എടുത്തു പറഞ്ഞത്. എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് മൂരും കുന്തിരുക്കവും എടുത്തു പറഞ്ഞത്? ഒരുപാട് പ്രാവശ്യം ഇത് രണ്ടും കൂടെ കാണുന്നു. കർത്താവിന്റെ ജനനത്തെങ്കിൽ മൂരും കുന്തിരുക്കവും കാഴ്ചവെച്ചു. ഇവിടെ നോക്കുക, ദ ചർച്ച് ഈസ് പെർഫ്യൂംഡ് വിത്ത് മിറ ആൻഡ് ഫ്രാങ്കൻസെൻസ്. ഇത് വളരെ ശ്രദ്ധേയമായ പഠനമാണ്. മൂരിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചു. കർത്താവിന്റെ സഫറിങ്ങിനെയാണ് കാണിക്കുന്നത്. അവളുടെ മാർവിന്റെ മധ്യത്തിൽ ഈ രാത്രിവേളയിൽ മൂറിൻ കെട്ടുപോലെ അവനെ സൂക്ഷിച്ചിരിക്കുകയാണ്. അവൾ കടന്നിയിൽ നിർത്ത മൂരിന്റെ ഗന്ധം, ക്രൂശിന്റെ ആ ചിന്താഗതി മാർവിന്റെ മധ്യത്തിൽ സൂക്ഷിച്ച പ്രിയ, അവൾ എവിടെ കടന്നു എന്നാലും മൂരിന്റെ ഗന്ധം, ക്രൂശിന്റെ മണം. 2, കുന്തിരുക്കം, അവന്റെ പുനരുദ്ധാനത്തിന്റെ ഗന്ധം. കർത്താവിന്റെ ഫ്രാങ്കൻസസ്, കർത്താവിന്റെ പുനരുദ്ധാനത്തെയാണ് അത് കാണിക്കുന്നത്. പുനരുദ്ധാനത്തിന്റെ നമ്മൾ ചിന്തിച്ചു, സഭയ്ക്ക് ഈ കർത്താവിന്റെ മരണത്തോട് ഏകീഭവിച്ചാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചു, പുനരുദ്ധാനത്തിന്റെ ശക്തിയോടും അവളെ ഏകീഭവിക്കുകയാണ്. എന്തിനാണ് നമ്മൾ സ്നാനപ്പെട്ടത്? സ്നാനപ്പെടുന്നതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താണ്? റോമലേഖനം 6-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ ജീവന്റെ പുതുക്കത്തിൽ നടന്ന പോലെ നമ്മൾ ജീവന്റെ പുതുക്കത്തിൽ നടക്കാനാണ്. ദൈവം ഈ സ്നാനമൊക്കെ വെച്ചപ്പോൾ ഒരു കർമ്മമാണ്. ആ കർമ്മം നമ്മൾ നടത്തുമ്പോൾ നമ്മൾ അതിന്റെ ആശയവും അർത്ഥവും അത്രത്തോളം മനസ്സിലാകുന്നില്ലേ. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ഉദ്ദേശം അതിന്റെ 6-ന്റെ 5-ലുണ്ട്, നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന്, ദാറ്റ് വി ഷുഡ് വാക്ക് ഇൻ ദ ന്യൂനെസ് ഓഫ് ലൈഫ്, എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്. ഇവിടെ നമ്മൾ വായിക്കുന്നു, അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്നു. ക്രിസ്തു മരിച്ച് പിതാവിന്റെ മഹിമയിൽ ജീവിച്ചെഴുന്നേറ്റ പോലെ. അതിനെയാണ് ഇതിനോട് കമ്പയർ ചെയ്തത്. യേശു ക്രിസ്തു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ഈ ഉയർത്തെഴുന്നേറ്റ് ഒരു ന്യൂ കൈൻഡ് ഓഫ് ലൈഫാണ്. ലോകം അന്നുവരെ കാണാത്തൊരു ജീവിതമാണ്. അവൻ ഈ ഭൂമിയിലാണെങ്കിൽ ഭൂമിയിലുള്ളവനല്ല. അവൻ അവരോടുകൂടെ സംസാരിക്കുന്നു, ഭക്ഷിക്കുന്നു, പക്ഷെങ്കിൽ അവൻ ഈ ഭൂമിയിലുള്ളവനല്ല. ദർ വാസ് എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ് ഇൻ ഹിം. അവൻ ഈ ലോകത്തിലാണ് 40 ദിവസം പുനരുദ്ധാനം കഴിഞ്ഞ്, ബട്ട് ഹി ഈസ് നോട്ട് ഓഫ് ദിസ് വേൾഡ്. ദർ വാസ് എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്. ഒരു പുതിയ ജീവിതം അവനിൽ കാണാൻ കഴിഞ്ഞിരുന്നു. നാമും അതുപോലെ ജീവന്റെ പുതുക്കത്തിൽ നടക്കണം. അത് കമ്പയർ ചെയ്തിരിക്കുന്ന കർത്താവിന്റെ പുനരുദ്ധാന ജീവിതത്തോടാ. ഈ ലോകത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചപ്പോൾ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു, നമ്മളും ഇതുപോലെ കർത്താവിന്റെ പുനരുദ്ധാന ശേഷം അവനൊരു പുതിയ ജീവിതം ലോകത്തിന് കാഴ്ചവെച്ചതുപോലെ രക്ഷിക്കപ്പെട്ട കർത്താവിന്റെ മരണത്തോട് ഏകീഭവിച്ച ദൈവമക്കൾ അവരൊരു പുതിയ വിധത്തിലുള്ള ജീവിതം ലോകത്തിന് കാഴ്ചവെക്കണം. നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നെങ്കിലും ലോകത്തിലുള്ളവരല്ലേ. വി ആർ ഡിഫറെന്റ്. യേശുക്രിസ്തു ഡിഫറെന്റ് ആയിരുന്നു. എ ന്യൂ കൈൻഡ് ഓഫ് ലൈഫ്. ഇവിടെ അതാണ് ഈ ഫ്രാങ്കൻസസ് അല്ലെങ്കിൽ കുന്തിരുക്കം കാണിക്കുന്നത്. അവന്റെ മരണത്തോട് ഏകീഭവിച്ചെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോട് നമ്മൾ ഏകീഭവിക്കും. അപ്പോൾ ദൈവജനത്തിന് ദൈവസന്നിധിയിലുള്ള ആ 2 സൗരഭ്യം എന്താണെന്നറിയാമോ? ക്രൂശിന്റെ അനുഭവം, പുനരുദ്ധാനത്തിന്റെ അനുഭവം. ഇത് രണ്ടും നമുക്കുണ്ടാകുന്നത് അവന്റെ മരണത്തോട് നമ്മൾ എത്രത്തോളം ഏകീഭവിക്കുമ്പോഴാണ്. ഇത് രണ്ടുമല്ല, 3-മതൊരു സൗരഭ്യം പറഞ്ഞു. അതൊന്ന് നോക്കിയാട്ടെ. കച്ചവടക്കാരന്റെ സകലവിധ സുഗന്ധ ചൂർണങ്ങളും. ആരാണ് ഈ കച്ചവടക്കാരൻ? കച്ചവടക്കാരൻ എന്ന് പറയുമ്പോൾ സിംഗുലറാണ്, മെർച്ചന്റ് എന്നാണ്. ഒരുപാട് കച്ചവടക്കാരെ കുറിച്ചല്ല പറയുന്നത്. കച്ചവടക്കാരൻ, മെർച്ചന്റ്, വിത്ത് ഓൾ പൗഡർ ഓഫ് ദ മെർച്ചന്റ്. ആ മെർച്ചന്റ് കർത്താവായ യേശു ക്രിസ്തുവിനെ കാണിക്കുന്നത്. മത്തായി 13:45 തൊട്ടുള്ള വാക്യത്തിലെ 45-46 എഗെയിൻ ദ കിങ്ഡം ഓഫ് ഹെവൻ ഈസ് ലൈക്ക് എ മെർച്ചന്റ് മാൻ സീക്കിംഗ് ഫൈൻ പേൾസ്. അവിടെയും ഏകവചനമാണ്, മെർച്ചന്റ് മാൻ. നല്ല വിലയേറിയ മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരി, ഒരു കച്ചവടക്കാരൻ. നോക്ക്, ആ കച്ചവടക്കാരൻ ഈ ലോകത്തിൽ ജീവിച്ചപ്പോൾ നമ്മൾ 1-ാം അധ്യായത്തിൽ വായിച്ചില്ലേ, പഠിച്ചില്ലേ? എന്തുകൊണ്ടാണ് കന്യകമാർ അവനെ സ്നേഹിച്ചത്? നിന്റെ തൈലം സൗരഭ്യമായത്, നിന്റെ തൈലം സൗരഭ്യമായത്. അവൻ അഭിഷിക്തനായിരുന്നു. അവന്റെ വാക്കുകളിലും അവന്റെ ക്രിയയിലും ആത്മാവിന്റെ അഭിഷേകം ദർശനമായിരുന്നു.
അവൻ പ്രവർത്തിച്ചപ്പോൾ, അവൻ പറഞ്ഞപ്പോൾ, നമ്മള് ഭോജനയാഗം പഠിച്ചപ്പോൾ അത് കണ്ടു. ആ മാവിനകത്ത് മുഴുവൻ എണ്ണ കുതിർക്കുകയാണ്. In every word and every action there was an anointing of the Spirit. He was the anointed one. നമ്മളെക്കുറിച്ചും അത് ആഗ്രഹിക്കുന്നു. നോക്ക്, അതുകൊണ്ട് കർത്താവ് ലോകത്തിൽ ജീവിച്ചപ്പോൾ he was different from any person who lived here. വ്യത്യസ്തമായ ഒരു സൗരഭ്യം അവനിൽ കാണാൻ കഴിഞ്ഞു. അത് ആത്മാവിന്റെ പ്രവർത്തനമായിരുന്നു. ഇവിടെ നമ്മൾ വായിക്കുന്നു, നമ്മളും അതുപോലെ ഈ കച്ചവടക്കാരന്റെ സകല സുഗന്ധ ചൂർണങ്ങൾ കൊണ്ടും പരിമളപ്പെടുകയാണ്. ഓ, എന്തൊരു ചിന്തകളാണെന്ന് ഓർത്താട്ടെ. എന്നാൽ ഇവിടെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ച പോലെ, ഒരു കച്ചവടക്കാരനും വെറുതെ ഒരു കാര്യവും വിൽക്കത്തില്ല. ഒരു കച്ചവടക്കാരൻ ഇരിക്കുന്നത് വ്യാപാരം ചെയ്യുവാനാണ്. ദൈവജനത്തോടുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ വ്യാപാരമേ അവൻ ചെയ്യുകയുള്ളൂ. ഒരു രക്ഷിക്കപ്പെടാത്ത ഒരുത്തനോട് വ്യാപാരം ചെയ്യുവാൻ പറഞ്ഞിട്ടില്ല. യെശയ്യാ 55:1-2 വാക്യത്തില്, നിങ്ങൾ വന്ന് ദ്രവ്യവും വിലയും കൂടാതെ വീഞ്ഞും പാലും വന്ന് കുടിപ്പീൻ. നിങ്ങളുടെ ദ്രവ്യം എന്തിനു നിങ്ങൾ വ്യർത്ഥമായി ചെലവഴിക്കുന്നു? കം, നിങ്ങൾ സൗജന്യമായി കുടിക്കുവാൻ ആവശ്യപ്പെടുകയാണ്. അവൻ രക്ഷ സൗജന്യമായി കൊടുക്കുമ്പോൾ ലവോദിക്ക സഭയോട് പറഞ്ഞു, വെളിപ്പാട് 3:18, നീ സമ്പന്നനാകുവാൻ എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ ബുദ്ധി പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട ദൈവമക്കളോട് ഞാൻ പറയട്ടെ, he needs a price. There is a price which we have to give to become rich. ഈ സൗരഭ്യം മേടിക്കണമെങ്കിൽ നമ്മൾ ചില വില കൊടുത്തെങ്കിലേ കഴിയുള്ളൂ. ഈ കച്ചവടക്കാരന്റെ സുഗന്ധങ്ങൾ കൊണ്ട് നമ്മൾ പരിമളപ്പെടണമെങ്കിൽ there is a price, and that's the reason he is depicted here as a merchant who is selling the perfume. ദൈവസഭ അവനോട് വില കൊടുത്താൽ അവൾ പെർഫ്യൂംഡായി മാറും, അവൾ പരിമളപ്പെടും. ഇവിടെ പക്ഷെ അവളെ കുറിച്ച് പറയുമ്പോൾ ബീയിങ് പെർഫ്യൂംഡ്, ഷീ ഈസ് ഓൾറെഡി പെർഫ്യൂംഡ്. അവൾക്ക് ആ സൗരഭ്യം ഉണ്ടായി കഴിഞ്ഞു. ഏതൊക്കെ സൗരഭ്യം? മൂരിന്റെ സൗരഭ്യം. അവന്റെ മൂരിന്റെ ആ കെട്ട് അവളുടെ മാർവിന്റെ ഉള്ളിൽ സൂക്ഷിച്ചപ്പോൾ ആ മരണത്തിന്റെ സൗരഭ്യം അവിടെ കടന്നു വന്നു. കുന്തിരിക്കത്തിന്റെ സൗരഭ്യം അവനോട് അവന്റെ മരണത്തോട് ഏകീഭവിച്ചപ്പോൾ പുനരുത്ഥാനത്തിന്റെ ഒരു സൗരഭ്യം അവിടെ കടന്നു വന്നു. ആ കച്ചവടക്കാരന് വില കൊടുത്തപ്പോൾ, അവൾ വിലയ്ക്ക് മേടിച്ചപ്പോൾ, അവൾ കൊടുക്കുവാൻ അവൾ സന്നദ്ധയായപ്പോൾ, ഒരു കച്ചവടക്കാരന്റെ സകല ചൂർണങ്ങൾ കൊണ്ടും അവൾ പരിമളപ്പെട്ടു. അവൻ ജീവിച്ച പോലെ നമ്മൾ ജീവിക്കുവാൻ, അവനായിരിക്കുന്ന പോലെ നമ്മൾ ആയിരിക്കുവാൻ. അല്ലെങ്കിൽ മറ്റു വിധത്തിൽ ചിന്തിച്ചാൽ, ആദ്യത്തെ ശിഷ്യന്മാരെ അന്ത്യോക്യയിൽ വെച്ച് അവർക്ക് കൊടുത്ത പേരാണെന്ത്? ക്രിസ്ത്യാനികൾ, ക്രിസ്തുവിന്റെ അനുകാരികൾ, ഫോളോവേഴ്സ് ഓഫ് ക്രൈസ്റ്റ്. അവനെ പോലെ ഇരിക്കുന്ന മറ്റുള്ളവരെ. അതെത്ര സത്യമാണ് ഇവിടെ പഠിപ്പിക്കുന്നത് നോക്കുക. എന്നാൽ ഇവിടെ ഇത് ഒന്നാമത്തെ വ്യക്തി ഇത് പറയുമ്പോൾ, ആ പ്രൊസഷൻ അടുത്തു വന്നപ്പോൾ ആ സൗരഭ്യം മണക്കുവാൻ കഴിഞ്ഞു. പറഞ്ഞപ്പോൾ അടുത്തയാൾ 7-8 വാക്യത്തിൽ ഇതെന്താണെന്ന് പറഞ്ഞു. ഹൂ ഓർ വാട്ട് ഇറ്റ് ഈസ് എന്ന് ചോദിക്കുമ്പോൾ പറയുന്ന പദമാണ് എന്താണ്? ശലോമോന്റെ പല്ലക്ക് തന്നെ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ബിഹോൾഡ് എന്നാ പറയുന്നത്. ബിഹോൾഡ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കുക, ലുക്ക് അറ്റ്, ദിസ് ഈസ് ബിഹോൾഡ് എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു കടന്നുപോയപ്പോൾ സ്നാപക യോഹന്നാൻ പറഞ്ഞു, ബിഹോൾഡ് ദ ലാംബ് ഓഫ് ഗോഡ്, ഇതാ ദൈവത്തിന്റെ കുഞ്ഞാട് എന്ന് പറഞ്ഞ അതേ പദമാണ്. മലയാളത്തിൽ അത് വന്നിട്ടില്ല. ശലോമോന്റെ പല്ലക്ക് തന്നെ, ബിഹോൾഡ് ഹിസ് ബെഡ് ഓർ പാലങ്ക്വിൻ, പല്ലക്ക്, എ ലിറ്റർ എന്നൊക്കെ വ്യത്യസ്തമായ ഭാഷയിലെ ഇംഗ്ലീഷ് ഭാഷയിൽ തന്നെ നമ്മൾ വ്യത്യസ്ത പദങ്ങൾ കാണുന്നു. വിച്ച് ഈസ് സോളമൻസ്. ഇവിടെ ഇത് ശ്രദ്ധിച്ചപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത് പല്ലക്ക് തന്നെയാണ്. പല്ലക്ക് പാലങ്ക്വിൻ, ഇംഗ്ലീഷിൽ തന്നെ പാലങ്ക്വിൻ എന്ന് പറയുന്നു. അത് പല്ലക്കാണ്. അത് ആ കാലഘട്ടങ്ങളിൽ മരുഭൂമിയിൽ കൂടെ രാജകീയ കുടുംബം യാത്ര ചെയ്യുമ്പോൾ ആ രാജാവും അല്ലെങ്കിൽ രാജ്ഞിയും കൂടെ യാത്ര ചെയ്യുന്നത് വാസ്തവത്തിൽ പല്ലക്കിനുള്ളിലാണ്. എന്നാൽ ഇവിടെ ഒരുപാട് പാഠം നമ്മൾ പഠിക്കാൻ പോവുകയാണ്. ഒരുപാട് പാഠം നമ്മളൊന്ന് ശ്രദ്ധിച്ചാട്ടെ. ഇതാരുടെ പല്ലക്കാണ്? ശലോമോന്റെ പല്ലക്കാണ്. ഒരിക്കൽ അവളെ അവൻ വിളിച്ചു, വരിക എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ അവൾ വരുന്നില്ലേ? ഇന്ന് ശലോമോൻ മൂവ് ചെയ്യുകയാണ്. ഹീസ് മൂവിങ് ഇൻ ദ ഡെസേർട്ട്. അവൻ സൗരഭ്യം പരത്തിക്കൊണ്ട് മുന്നോട്ട് നീങ്ങുകയാണ്. നോക്കുക, ഇവിടെ നമ്മൾക്ക് വളരെ വളരെ പഠിക്കാനായിട്ടുള്ള കാര്യം ഇവിടെ എടുത്തു പറഞ്ഞു. ഇത് പല്ലക്കാണ്. പല്ലക്ക് അത് ചക്രമുള്ള ഒരു വണ്ടിയല്ലേ. പല്ലക്ക് ഒരു കൂട്ടം ആളുകളുടെ തോളിൽ മാത്രമേ മുന്നോട്ട് നീങ്ങുന്നുള്ളൂ. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ നോക്കി, ആ പെട്ടകമൊക്കെ ചുമക്കുന്നത് തോളിലാണ്. കഹാത്യർ, ലേവി ഗോത്രത്തിലെ കഹാത്യരാണ് അത് കാളവണ്ടിയിൽ പോൽ അത് തോളിലാണ് അത് ചുമക്കുന്നത്. See, the Lord moves here on the shoulders of his people. അതാണ് എന്റെ അർത്ഥം. കർത്താവ് ഇവിടെ പ്രവർത്തിക്കുന്നതും ചലിക്കുന്നതും നീങ്ങുന്നതും
അവന്റെ ജനത്തിന്റെ മേലാണ്. ഓൺ ഹിസ് പീപ്പിൾ. അവന്റെ ജനത്തിന്റെ മുകളിലാണ് കർത്താവിന് മുന്നോട്ടുള്ള യാത്ര. അതാണ് പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും. ആ ആർക്ക് ഓഫ് ദ കവനന്റ്, ആ പെട്ടകമൊക്കെ മുന്നോട്ട് നീങ്ങുന്നതൊക്കെ ആ തോളിലാണ്. ഇവിടെ അത് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ ഇവിടെ നമുക്ക് ചിന്തിപ്പാനായിട്ടും സന്തോഷിപ്പാനായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലേ, രാത്രിയിലാണ്, നൈറ്റ് ടൈം, രാത്രിയിലാണ് ഈ പല്ലക്ക് നീങ്ങുന്നത്. ഈ പല്ലക്കിനകത്ത് ഈ പ്രിയനും പ്രിയയുമുണ്ട്. ഈ പല്ലക്ക് വാസ്തവത്തിൽ ഒരു വിശ്രമത്തെ കാണിക്കുകയാണ്. വിശ്രമത്തെ കാണിക്കുക. പല്ലക്ക് വിശ്രമമാണ്. രാജാവിന് വിശ്രമിപ്പാനുള്ള സ്ഥലം. അവന് മുന്നോട്ട് നീങ്ങുമ്പോൾ തന്നെ അവൻ വിശ്രമിക്കുകയാണ്. ദൈവമക്കൾ, ഇതിന്റെ അർത്ഥം ഒന്ന് ചിന്തിച്ചാട്ടെ. ദൈവം വസിക്കുന്ന ഇടം ദൈവസഭയാണ്. ദൈവസഭയെക്കുറിച്ച് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്നത് അത് അവന്റെ വിശ്രാമ സ്ഥലമാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്നുണ്ട്, സിയോൻ അവന്റെ വാസസ്ഥലമാണ്, അത് അവന്റെ വിശ്രമ സ്ഥലമാണ്. കർത്താവിന്റെ വിശ്രമം അവന്റെ സഭയാണ്. ഞാനത് കുറച്ചുകൂടെ ലളിതമായിട്ട് ഇങ്ങനെ ഓർപ്പിക്കട്ടെ. യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കാൻ വന്നപ്പോൾ അവനൊരിടം ആരും കൊടുത്തില്ലേ? ഗർഭിണിയായ അവന്റെ അമ്മ അനേക വീടുകൾ മുട്ടിവിളിച്ചപ്പോഴൊക്കെ ഒരു വാക്ക് കണ്ടു അവിടെ. എന്താണ്? നോ വേക്കൻസി. നോ വേക്കൻസി. ഈ ലോകത്തിൽ നിന്നും കർത്താവിന് സ്ഥാനമില്ലേ? പക്ഷെ അവന് സ്ഥാനം കൊടുത്ത ഒരു കൂട്ടം ആളുകളുണ്ട് ഇവിടെ. അത് അവന്റെ ജനമാണ്. അവരുടെ ഹൃദയം അവർ തുറന്നു കൊടുത്തു. അവരുടെ വീടുകൾ അവന് തുറന്നു കൊടുത്തു. നോക്കുക, അങ്ങനെയുള്ളവരുടെ കൂട്ടത്തിൽ അവൻ വസിക്കുകയാണ്. അത് അവന്റെ വിശ്രമ സ്ഥലമാണ്. അവന് ജനിപ്പാൻ സ്ഥലം കൊടുത്തില്ലേ? അവനൊരു വിശ്രമ സ്ഥലം കിട്ടിയില്ലേ? എന്നാൽ ഇന്ന് ആയിരങ്ങൾ പതിനായിരങ്ങൾ അവന്റെ പിറകിൽ അവന് വേണ്ടി ഹൃദയം തുറന്നുകൊടുത്ത് അവന് വിശ്രമിപ്പാൻ ഇടം കൊടുത്തു കഴിഞ്ഞു. അത് അവന്റെ സഭയാണ്. വാസ്തവത്തിൽ അവന്റെ ജനമാണ്. അവിടാണ് അവൻ വിശ്രമിക്കുന്നത്. സിയോൻ അവന്റെ വാസസ്ഥലമാണ്, അതവന്റെ വിശ്രമ സ്ഥലമാണ്. സഭയാണ് അത് കാണിക്കുന്നത്. ദൈവസഭയെക്കുറിച്ചുള്ള മനോഹരമായ ചിത്രമാണ് 132 സങ്കീർത്തനം 13-14 വാക്യം. എടുത്ത് വായിക്കണ്ട, നമ്മളതൊക്കെ എടുത്തിട്ടുള്ളതാണ്. 132 സങ്കീർത്തനം 13-14. സിയോൻ അവന്റെ വാസസ്ഥലമാണ്. സിയോൻ സഭയുടെ ചിത്രമാണ്, അതവന്റെ വിശ്രമ സ്ഥലമാണ്. ഈ സഭ ആയിരിക്കുന്നത് ഒരു രാത്രിവേളയിലാണ്. കർത്താവിന്റെ അഭാവം ഈ ലോകത്തിൽ കർത്താവില്ല. നീതിസൂര്യൻ ഉദിച്ചു വരുന്നത് വരെ ഇത് രാത്രിവേളയാണ്. ഈ രാത്രിയിൽ ഭയമുണ്ട്. രാത്രിയിലാണ് കള്ളന്മാരൊക്കെ ഇറങ്ങുന്നത്. രാത്രിയിലാണ് ദുഷ്ടത പ്രവർത്തിക്കുന്നവരൊക്കെ ഇറങ്ങുന്നത്. നമുക്കറിയാം, സകലവിധമായ ഈ വന്യജീവികളും ഇറങ്ങുന്നത് എപ്പോഴാ? രാത്രിയിലാണ്. ദുഷ്ടന്മാരുടെ വിഹര സമയം രാത്രിയാണ്. നമ്മളത് എത്ര മനോഹരമായിട്ട് കാണുന്നു. പകല് വന്നു കഴിയുമ്പോൾ ഇവരൊക്കെ പാത്തിരിക്കുകയാണ്. എന്നാൽ ഇരുട്ടിലാണ് ഇവരുടെ ചലനം. എന്നാൽ ഈ ഇരുട്ടിലെ കർത്താവിന്റെ ദൗത്യവുമായി സഭ മുന്നോട്ട് നീങ്ങുമ്പോൾ ഈ രാജാവിന് എങ്ങനെ വിശ്രമിപ്പാൻ കഴിയുന്നു? പ്രത്യേകിച്ച് ആ കാലഘട്ടങ്ങളിൽ മരുഭൂമിയിൽ കൂടെ രാജകുടുംബം യാത്ര ചെയ്യുമ്പോൾ അവരെ കൊന്നൊടുക്കുവാൻ അല്ലെങ്കിൽ കവർ ചെയ്യുവാൻ കൊള്ളക്കാരുണ്ട്, വലിയ ശത്രുക്കളുണ്ട് ആ കാലഘട്ടത്തിൽ. ഈ കാലഘട്ടത്തിൽ ഇങ്ങനെ മുന്നോട്ട് യാത്ര ചെയ്യണമെങ്കിൽ എങ്ങനെ ഇവിടെ വിശ്രമിപ്പാൻ കഴിയും? ഉറങ്ങിക്കൊണ്ട്, വിശ്രമിച്ചുകൊണ്ട്. ആ കാന്തയുമായിട്ട് ഇവൻ എങ്ങനെ വിശ്രമിച്ച് മുന്നോട്ട് പോകും? ഇവിടെ അത് പറയുന്നു. ആരാണെന്നറിയാമോ? അവന് യുദ്ധവീരന്മാരുണ്ട്. പ്രൈസ് ദി ലോർഡ്. അവന്റെ പല്ലക്കിനെ കാവൽ ചെയ്യുന്ന 60 യുദ്ധവീരന്മാരുണ്ട്. അവരതിന്റെ ചുറ്റും വാളെടുത്തിരിക്കുന്ന യുദ്ധസമർത്ഥന്മാരാണ്. ഇംഗ്ലീഷിൽ വായിച്ചാൽ അവര് രാത്രിയിലെ ഭയം നിമിത്തം ഓരോരുത്തരും അരയ്ക്ക് വാൾ കെട്ടി, അരയ്ക്കെന്നല്ല, അവരുടെ തുടയിൽ കെട്ടിയിരിക്കുന്നെന്നാ. അവരുടെ തുടയിൽ. എന്തിനാ തുടയിൽ കെട്ടിയിരിക്കുന്നത്? അവർക്ക് കരം കൊണ്ട് വലിച്ചെടുപ്പാൻ, വേഗത്തിലെടുക്കാൻ അവരുടെ തുടയിൽ ആ വാളുകളുണ്ട്. ഇവർ 60 യുദ്ധവീരന്മാരാണ്. നോക്കുക, വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് നോക്കിയാട്ടെ. ഈ ലോകത്തിൽ കർത്താവിന്റെ ദൗത്യം കാവൽ ചെയ്യുന്നത് യുദ്ധവീരന്മാരാണ്. സമാഗമന കൂടാരം വീണ്ടും എടുത്തു വരുന്നു. നോക്കുക, സമാഗമന കൂടാരം പഠിക്കുമ്പോൾ വാക്യം നോട്ട് ചെയ്തുകൊള്ളുക. പുറപ്പാട് ദിവസം 27-ന്റെ 9-19 വരെ വായിച്ചാൽ ദൈവത്തിന് വസിപ്പാനായിട്ട്, പുറപ്പാട് 27-ന്റെ 9-19 വരെയാണ്. ദൈവത്തിന് വസിപ്പാനായിട്ട് ഒരു കോർട്ട് അല്ലെങ്കിൽ ഒരു പ്രാകാരം മാറ്റിയെടുക്കുകയാണ്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് ഒരു കോർട്ട് വേർതിരിച്ചെടുക്കുകയാണ്. വെള്ള തിരശ്ശീലയാണ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്നത്, ചുറ്റിയെടുക്കുകയാണ്. പക്ഷെ ഈ വെള്ള തിരശ്ശീല ചുറ്റിയെടുക്കാനായിട്ട് ഉപയോഗിച്ചത് എന്താണെന്നറിയാമോ? 60 തൂണുകളാ. യെസ്, അതിന്റെ 2 വശത്ത് 20 തൂണുകളും അതിന്റെ കുറുകെയുള്ള 2 വശത്ത് 10 തൂണുകളുമാണ്. അപ്പോൾ ആ വാക്യം വായിച്ചാൽ അറിയാം, ഈ ദൈവം വസിക്കുന്ന ദൈവാലയത്തിന്റെ ചുറ്റും നിൽക്കുന്ന മറ്റ് പൊടികളകത്ത് കയറാതെ, മറ്റുള്ളവർ അകത്ത് അതിക്രമിച്ച് കടക്കാതെ ദൈവത്തിന്റെ ആ മന്ദിരത്തെ കാവൽ ചെയ്യുന്ന വാസ്തവത്തിൽ ആ കോർട്ട് 60 തൂണുകളിലാണ് ഈ തിരശ്ശീല വലിച്ചു പിടിച്ചിരിക്കുന്നത്. ആ തൂണുകളൊക്കെ എത്ര മനോഹരമാണെന്നറിയാമോ? ഈ തൂണിൽ ഇങ്ങനെ കൊളുത്തുകളുണ്ട്, വെള്ളിക്കൊളുത്തുകൾ. ഈ വെള്ളിക്കൊളുത്തുകൾ വെള്ളി റോഡ് കൊണ്ട് ഇങ്ങനെ കണക്ട് ചെയ്തിരിക്കുക. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ 2 കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് നിൽക്കുന്ന പോലെയാണ്. ഈ 60 പേര് നിൽക്കുന്നത്, ഈ 60 തൂണ് പഴയ നിയമത്തിൽ ഇങ്ങനെ കൈ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെയാണ്. ഈ തൂണിലാണ് ആ കർട്ടൻ തൂക്കിയിട്ടിരിക്കുന്നത്.
ഈ വെള്ളി റോഡില് ഈ ഹൂക്കിൽ ഇതിങ്ങനെ തെളിച്ചിട്ടിരിക്കുക. അത് ശരിക്കൊരു മനുഷ്യന്റെ ചിത്രം പോലെ. അത് കോപ്പർ ചോട്ടില് വെള്ളി ക്രൗണില്, ഈ വെള്ളി ക്രൗണിലാണ് ഈ വെള്ളി റോഡ് ഇങ്ങനെ വന്നിട്ട് അത് തൂക്കിയിട്ടിരിക്കുന്നത്. ശരിക്ക് ഇങ്ങനെ കൈപിടിച്ച് നിൽക്കുന്ന പോലെ ഇരിക്കും. 60 തൂണുകൾ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പം പഴയ നിയമത്തിൽ ആ സമാഗമന കൂടാരം ദൈവം വസിച്ച അവിടം കാവൽ ചെയ്ത 60 തൂണുകളാണെങ്കിൽ, ഇവിടെ നമ്മൾ വായിക്കുന്നു അവന്റെ പല്ലക്ക്, അവന്റെ വിശ്രമസ്ഥലം, അവന്റെ സഭയ്ക്ക് കാവൽ കൊടുത്തതാരാണ്? 60 യുദ്ധവീരന്മാരാണ്. വീണ്ടും അവിടുന്ന് ശ്രദ്ധിച്ചാട്ടെ, 6 മനുഷ്യന്റെ സംഖ്യയാണ്. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചു. 10 കൃപയുടെ സംഖ്യയാണ്. 6 into 10. അപ്പോൾ കൃപയാൽ രക്ഷിക്കപ്പെട്ട, അല്ലെങ്കിൽ കൃപയിൽ നിൽക്കുന്ന ദൈവജനത്തിന്റെ ചിത്രമാണ് ഈ 60 നമ്മുടെ കൺമുമ്പിൽ കൊണ്ടുവരുന്നത്. ഇനി നമുക്കിവിടെ നോക്കാം. ഇതെന്റെ ഹൃദയത്തെ വളരെ ചിന്തിപ്പിച്ച കാര്യമാണ്. ഞാൻ ഒരിക്കലും ഇത് ശുശ്രൂഷിച്ചപ്പോൾ ഒരു വലിയ ദൈവദാസൻ, വളരെ പ്രഗത്ഭനായ ഒരു ദൈവദാസൻ, അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞ് കരയുകയുണ്ടായി. കാരണം ഈ വാക്യം ഞാൻ വായിക്കുകയും പഠിക്കുകയും ചെയ്തപ്പോൾ ദൈവം എന്റെ മനസ്സിലൊരു ചിന്ത കൊണ്ടുവന്നു. എന്താണെന്നറിയാമോ? ഇന്ന് അവന്റെ പല്ലക്ക് കാവൽ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വായിക്കുന്നു, യുദ്ധസമർത്ഥന്മാരാ. ഇംഗ്ലീഷിൽ വായിച്ചാൽ ദേ ആർ എക്സ്പേർട്സ് ഇൻ ദ വാർ. ദേ ആർ എക്സ്പേർട്സ് ഇൻ ദ വാർ. ഈ വാളെടുത്ത് പ്രയോഗിച്ച് അവർ വിദഗ്ധന്മാരായി മാറിയതാ. വാളെടുത്തപ്പോൾ അവർ വിദഗ്ധന്മാരല്ലായിരുന്നു. യെസ്, അവരുടെ കരങ്ങളിലൊക്കെ നോക്കിയാൽ ഒരുപക്ഷെ വാളിന്റെ മുറിവേറ്റ, വെട്ടേറ്റ പാടുകൾ കാണും. അനേക അബദ്ധങ്ങൾ അവർ ചെയ്തു കാണും ഈ വാളെടുത്ത്. പക്ഷെ അവർ വാള് താത്തുവെച്ചില്ലേ? ആ വാളുകൊണ്ട് അവർ യുദ്ധം ചെയ്തു. അവർ യുദ്ധം ചെയ്ത് അവരുടെ കരങ്ങൾ ഇന്ന് ആ വാളെടുത്ത് യുദ്ധം ചെയ്താൽ അവർ യുദ്ധം ചെയ്യുവാൻ സമർത്ഥന്മാരായി മാറി. They became experts in the war. അവരാണ് അവന്റെ പല്ലക്ക് കാവൽ ചെയ്യുന്നത്. ഇന്ന് ദൈവം ഈ ലോകത്തിൽ വാസ്തവത്തിൽ ഈ രാത്രിവേളയിൽ അവന്റെ സഭയെ കാവൽ ചെയ്യുന്നത് ഈ വിധത്തിലുള്ള സമർത്ഥന്മാരെ കൊണ്ടാണ്. അവരുടെ യുദ്ധത്തിന്റെ വൈഭവമാണ് നമ്മൾ വായിക്കുന്നത്. അവരുടെ തുടയിൽ ആ വാള് കെട്ടിയിരിക്കുകയാണ്. അവരുടെ ക്വിക്ക് ആക്ഷന് വേണ്ടി ആ വാളുകൾ വലിച്ചൂരുവാൻ അവരുടെ തുടയിൽ, ആ കാലിന്റെ തുടയിൽ അവരത് കെട്ടിവെച്ചിരിക്കുകയാണ്. അവർ ആ പല്ലക്കുമായിട്ട് നടക്കുമ്പോൾ, പല്ലക്കിനെ ചുമന്നുകൊണ്ട് അത് മുന്നോട്ട് പോകുമ്പോൾ, അതിന്റെ ചുറ്റും നിൽക്കുന്ന 60 യുദ്ധവീരന്മാർ, അവരുടെ ഏകലക്ഷ്യം രാജാവിനെ കാവൽ ചെയ്യുക, അവന്റെ പല്ലക്കിനെ സൂക്ഷിക്കുക. നമ്മളെ ഇവിടെ വളരെ വിലപ്പെട്ട ചില ആശയങ്ങൾ പഠിപ്പിക്കുന്നു. They became experts in war. ദൈവസഭയിൽ ഇങ്ങനെയുള്ളവരുണ്ട്, എക്സ്പേർട്സ് ഇൻ വാർ. അവരെ ഉപദേശങ്ങൾ കാത്തു സൂക്ഷിപ്പാൻ, ദുരുപദേശങ്ങൾ വന്നാൽ അവരോട് മല്ലടിക്കുവാൻ എല്ലാവർക്കും ഒന്നും ഒക്കില്ലേ? ഇത് യുദ്ധസമർത്ഥന്മാരെ കൊണ്ടേ കഴിയുള്ളൂ. വളരെ സിമ്പിളാണ്. യഹോവ സാക്ഷികളൊക്കെ വന്ന് ചിലരെയൊക്കെ കബളിപ്പിക്കുമ്പോൾ ചിലരെ പ്രത്യേകിച്ച് കൊണ്ടുവരും. എന്തിനാണെന്നറിയാമോ? അവരോട് പോരാടാൻ. അവർ എക്സ്പേർട്സ് ആയി കഴിഞ്ഞു ആ വിഷയത്തില്. പക്ഷെ അവർ എക്സ്പേർട്സ് ആയത് എങ്ങനെ? അവർ യുദ്ധം ചെയ്ത് എക്സ്പേർട്സ് ആയതാ. അവരുടെ സീൽ ഇൻ ദെയർ ഹാർട്ട് മെയ്ഡ് ദം ടു ബിക്കം എക്സ്പേർട്സ് ഫോർ ദെയർ മാസ്റ്റർ. ആ സീല്, അകത്തുള്ള സീലാണ് അവരെ എക്സ്പേർട്സ് ആക്കി തീർത്തത്. ഇനിയും ഇവിടെ തിമോത്തിയോസിനോട് പൗലോസ് പറയുന്ന ഒരു കാര്യം ശ്രദ്ധേയമായതാണ്. 2 തിമോത്തിയോസ് 2:2-3 നമുക്കൊന്ന് എടുത്തു നോക്കാം. ദൈവസഭയുടെ പണി എങ്ങനെയാ മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്ന് അവിടെ പറയുന്നുണ്ട്. 2-3 നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കുക. ദൈവമക്കള് വായിച്ച ഇവിടെയുള്ള അവിടം ശ്രദ്ധിക്കാറില്ലേ? പൗലോസ് പറഞ്ഞു, പൗലോസിനെ ദൈവം ഭരമേൽപ്പിച്ചു. പൗലോസ് തിമോത്തിയോസിന് കൊടുത്തു. തിമോത്തിയോസിനോട് പറഞ്ഞു, ഹാൻഡ് ഇറ്റ് ഓവർ, അടുത്ത തലമുറയ്ക്ക് നീ കൈമാറുവാൻ ആവശ്യപ്പെട്ടു. ദൈവത്തിന്റെ പ്രമാണം അങ്ങനെയാണ്. പൗലോസിന് ദൈവത്തിൽ നിന്ന് ലഭിച്ചു. പൗലോസ് അത് തിമോത്തിയോസിനെ ഏൽപ്പിച്ചു. തിമോത്തിയോസിനോട് പറഞ്ഞു, നീ അത് മറ്റു ചിലരെ ഏൽപ്പിക്കണം, അവർ അടുത്ത തലമുറയെ ഏൽപ്പിക്കണം, ചിലരെ ട്രെയിൻ ചെയ്തെടുക്കണം. പക്ഷെ അവിടെ അന്നേരം പറഞ്ഞ പദം ശ്രദ്ധിച്ച്, എല്ലാവരുടെയും കയ്യിലോട്ട് കൊടുക്കാനല്ല പറഞ്ഞത്. സമർത്ഥരായ വിശ്വസ്തർ. ശ്രദ്ധിച്ചോ? സമർത്ഥന്മാർ മാത്രമായ പോരാ, ചിലര് സമർത്ഥന്മാരാ പക്ഷെ വിശ്വസ്തന്മാരല്ല. ചിലര് വിശ്വസ്തന്മാരാ പക്ഷെ സമർത്ഥന്മാരുമല്ല. ദൈവം പറയുന്നു അവര് സമർത്ഥന്മാരുമായിരിക്കണം, അവര് വിശ്വസ്തന്മാരുമായിരിക്കണം. എങ്കിലേ യുദ്ധസമർത്ഥന്മാരായി മാറുകയുള്ളൂ. വിശ്വസ്തനാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാല് യുദ്ധം ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല. എന്നാൽ സമർത്ഥന്മാരുടെ കയ്യിൽ ഇത് കൊടുത്തെങ്കിലേ അവർ വാസ്തവത്തിൽ വൈദഗ്ധ്യമുള്ളവരായി മാറുകയുള്ളൂ. ദൈവം അത് പറയുന്നു. ദൈവസഭയിൽ സമർത്ഥന്മാരും വിശ്വസ്തന്മാരുമായ ചിലരുണ്ട്. അവരുടെ കരത്തിൽ ഇത് ഹാൻഡ് ഓവർ ചെയ്യണം. അവരതെടുത്ത് ഉപയോഗിച്ച് പഠിക്കണം. ആദ്യമൊക്കെ അവർ ഉപയോഗിക്കുമ്പോൾ അതൊന്നും ശരിയാകണമെന്നില്ലേ, അബദ്ധങ്ങൾ പറ്റിയേക്കാം. പക്ഷെ അവർ ആ വാളെടുത്ത് ഉപയോഗിച്ച് അവരൊരു ദിവസത്തിൽ അവർ സമർത്ഥന്മാരായി മാറുകയാണ്. അനേകങ്ങളുടെ വാളുകള് ഉപയോഗിക്കാതെ വാസ്തവത്തിൽ തുരുമ്പ് പിടിക്കുമ്പോൾ ഇവിടെ നമ്മള് ഈ വലിയ സത്യം നമ്മളെ പഠിപ്പിക്കുകയാണ്.
എന്നാൽ ഇവിടെ ഓർക്കുക, രാത്രിയിലെ ഭയം നിമിത്തം അവർ വാസ്തവത്തിൽ കാവൽക്കാരായി മാറി. അവന്റെ പല്ലക്കിനെ കാവൽ ചെയ്യുന്ന, ഗാർഡ് ചെയ്യുന്ന കാവൽക്കാരായി അവർ മാറിയിരിക്കുകയാണ്. എത്ര മനോഹരമായ പഠനമാണ് സഭയുള്ള ബന്ധത്തിൽ, ഉപദേശത്തുള്ള ബന്ധത്തിൽ അവിടെ കിട്ടുന്നത്. അടുത്തയാൾ പറയുന്നത് നോക്കുക, 9ഉം 10ഉം വാക്യം നമുക്ക് നോക്കാം. ആ പല്ലക്കിന്റെ വിശേഷണമാണ് ഇനിയും തരുന്നത്. ഈ രാജാവ് ഉണ്ടാക്കിയ പല്ലക്ക്, ശലോമോൻ രാജാവ് ലെബനോനിലെ മരം കൊണ്ട് തനിക്കൊരു പല്ലക്കുണ്ടാക്കി. എന്നിട്ട് നോക്കുക, അവിടെ ഏകദേശം 5 കൂട്ടം കാര്യങ്ങൾ എടുത്ത് പറഞ്ഞു. അതിന്റെ മെക്കട്ടിക്കൽ അവൻ വെള്ളി കൊണ്ടും, ചാര് പൊന്നുകൊണ്ടും, ഇരിപ്പടൻ രക്താംബരം കൊണ്ടും, അതിന്റെ അന്തർഭാഗം യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ടും വിചിത്ര ഖചിതമായിരിക്കുന്നു. 5 കാര്യങ്ങൾ എടുത്ത് പറയുന്നുണ്ട്. നമുക്ക് ഓരോന്നും അല്പം ഒന്ന് ശ്രദ്ധിക്കാം. പല്ലക്ക് വാസ്തവത്തിൽ വിശ്രമിപ്പാനുള്ള ഒരു കിടക്ക പോലെയാണ്. നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നു ആ കാര്യങ്ങൾ. എന്നാൽ ഇവിടെ എടുത്തു പറയുന്ന ഓരോന്നും ഇതിന്റെ ബേസിക് ആയിട്ടുള്ള പണിയെന്ന് പറഞ്ഞാൽ ലെബനോന്റെ മരമാണ്. ലെബനോന്റെ മരം, വചനത്തിൽ ലെബനോന്റെ മരം എന്ന് പറയുമ്പോൾ അത് സീഡാർ അല്ലെങ്കിൽ ദേവദാരുവിനെയാണ് ഉദ്ദേശിക്കുന്നത്. ദേവദാരുവിനെയാണ്. നമ്മൾ വചനത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ഒരു വാക്യം ആദ്യം ഒന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 19ന്റെ 6ാം വാക്യം. പശുഭസ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ നമുക്ക് ദൈവം ഇതൊന്നും അവിചാരിതമായിട്ട് പറഞ്ഞല്ലേ, അവിചാരിതമായിട്ട് പറഞ്ഞല്ല. വചനത്തിൽ ഒരൊറ്റ വാക്കോ പദമോ അവിചാരിതമായി ഒന്നല്ല. കാരണം ഇത് ദൈവശ്വാസ്യമാണ്. ഇവിടെ പശുഭസ്മം ഉണ്ടാക്കുമ്പോൾ പശുഭസ്മത്തെ, ഒരു ചുവന്ന പശുക്കിടാവിനെ ചുട്ടുഭസ്മമാക്കുകയാണ്. നമ്മൾ ഈ ക്ലാസ് എടുത്തിട്ടില്ല അല്ലേ? ഓക്കെ, ചുവന്ന പശുക്കിടാവ് കർത്താവിനെയാണ് കാണിക്കുന്നത്. അതിന്റെ 1ാം വാക്യം നോക്കിയാട്ടെ. 2ാം വാക്യം, കളങ്കമില്ലാത്തത്, ഊനമില്ലാത്തത്, മുഖം വെക്കാത്തതായ ഒരു ചുവന്ന പശുക്കിടാവ്. ചുവപ്പ് ആദമെന്നുള്ള പദമാണ്. നമ്മൾ നേരത്തെ ഓർത്തു, മനുഷ്യനായ കർത്താവിനെ കാണിക്കുന്നു. 2, കളങ്കവും ഊനമില്ലാത്തത്, ആന്തരികമായി ഊനമില്ലാത്തത്, ബാഹ്യമായി ഊനമില്ലാത്തത്, കളങ്കവും ഊനമില്ലാത്തത്. പിന്നെ പറഞ്ഞു മുഖം വെക്കാത്തത്, പാപത്തിന്റെ മുഖത്തിൽ ഒരിക്കലും അമരാത്തവൻ. കർത്താവിനെയാണ് അത് വരച്ചു കാണിക്കുന്നത്. 2ാം വാക്യം, പാപത്തിന്റെ മുഖത്തിൽ അമരാത്ത, മനുഷ്യനായി തീർന്ന, അകത്തും പുറത്തും ഊനമില്ലാത്ത കർത്താവിനെയാണ് ഈ 1ഉം 2ഉം വാക്യം വരച്ചു കാണിക്കുന്നത്. അത് ചുട്ടുഭസ്മമാക്കുമ്പോൾ ആ തീക്കകത്ത് എടുത്തിടാൻ പറഞ്ഞു ദേവദാരു, ഈസോപ്പ്, ചോപ്പ് നൂല്. ദേവദാരുവും ഈസോപ്പും. വേറൊരു വാക്യം വായിക്കാം, ഇവിടെ മറിക്കാതെ മനസ്സിലിരിക്കട്ടെ. 1 രാജാക്കന്മാർ 4ന്റെ 33ാം വാക്യം നോക്കിയാട്ടെ. 1 രാജാക്കന്മാർ 4:33. ശലോമോന്റെ ജ്ഞാനത്തെക്കുറിച്ച് പറയുമ്പോൾ അവൻ പറഞ്ഞ സദൃശവാക്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണ്. പറഞ്ഞപ്പോൾ എന്താ? ലെബനോനിലെ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് വരെ. 2 എക്സ്ട്രീമാണ്. A to Z എന്ന് പറയുന്ന പോലെ സസ്യാദികളിൽ ദേവദാരു മുതൽ ചുവരിന്മേൽ മുളയ്ക്കുന്ന ഈസോപ്പ് എന്ന് പറഞ്ഞാൽ, ദേവദാരു ലെബനോന്റെ വനത്തിൽ വളരെ ഉയർന്നു നിൽക്കുന്ന, ഔന്നത്യത്തിൽ നിൽക്കുന്ന വൃക്ഷങ്ങളാണ് ദേവദാരു, സീഡർ വുഡ്. അടുത്തതോ ചുവരിന്മേൽ വളരുന്ന ഈസോപ്പ്, പായലാണ്. ഏറ്റവും ലളിതമായ ഒരു ചെടി. കർത്താവിന്റെ ഔന്നത്യവും കർത്താവിന്റെ ഒന്നുമില്ലായ്മയും കാണിക്കുന്നു. ഫിലിപ്പി ലേഖനത്തിൽ അവൻ ദൈവത്തോട് സമത്വമുള്ളവൻ, ഉന്നതനാണ്. അവന് ഒരു ഈസോപ്പ് പോലായി, ഒന്നുമില്ലാത്തവനായി. നോക്കുക, അതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. ഇവിടെ നമ്മൾ പഠിച്ചപ്പോൾ ഇവിടെ ചുവന്ന നൂലൂടിടാൻ പറഞ്ഞു. അവൻ ദാവീദിന്റെ സന്തതിയായി ജനിച്ച, ആ റോയൽ ബ്ലഡിൽ ജനിച്ചവനാണ്. ചുവപ്പ് നൂൽ അത് കാണിക്കുന്നു. ഒരു ഭാഗം കൂടെ ഞാൻ ചൂണ്ടിക്കാണിക്കാം. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ സമയം പറഞ്ഞപ്പോൾ നോക്കിയാട്ടെ, 14 ലേവ്യർ 14ന്റെ 4ാം വാക്യം. കുഷ്ഠരോഗിയുടെ ശുദ്ധീകരണ സമയത്തും 14ന്റെ 4ാം വാക്യം. പുരോഹിതൻ കണ്ടാൽ ശുദ്ധീകരണം കഴിവാനുള്ള വേണ്ടി ജീവനും ശുദ്ധിയുമുള്ള പക്ഷി, ദേവദാരു, ചുവപ്പ് നൂല്, ഈസോപ്പ് എന്നിവരെ കൊണ്ടുവരാൻ കൽപ്പിക്കണം. അവിടെ എടുത്ത് പറഞ്ഞു ഈ 3 കാര്യം. അവന്റെ ഔന്നത്യം, അവന്റെ താഴ്മ, മനുഷ്യനായി തീർന്ന കർത്താവ്, ഈസോപ്പ്. അവൻ മനുഷ്യനായി തീർന്നപ്പോൾ പ്രവചനങ്ങളെ നിവർത്തിച്ചുകൊണ്ട് ദാവീദിന്റെ സന്തതിയായി ഈശായുടെ വേരിൽ നിന്നും പൊട്ടിപ്പൊളച്ചവനാണ് അവൻ. ചുവന്ന നൂല് അത് കാണിക്കുന്നു. കർത്താവിനെ ഐഡന്റിഫൈ ചെയ്യുകയാണ്. ഇത് 3ഉം കൂടെ കൂട്ടിപ്പിടിച്ച് വേണം ജീവനുള്ള പക്ഷിയെ പിടിച്ച് ആ ചോരയിൽ വെള്ളത്തിൽ മുക്കി തളിക്കുവാൻ എന്ന് പറയുമ്പോൾ, ആ ചോരയുടെ എഫിക്കസി, അതിന്റെ വില, അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനത്തിന്റെ വിലയാണ് അത് കാണിക്കുന്നത്. ആ ചോരയോട് കൂടെ ഇത്രയും സാധനങ്ങൾ കൂട്ടിപ്പിടിച്ചാണ് തളിക്കുന്നത്. വെറുമൊരു രക്തമല്ല, വിലയേറിയ രക്തം. ആ വലിയ വലിപ്പത്തെയാണ് അത് കാണിക്കുന്നത്. ആ രക്തത്തിന്റെ വിലയാണ് അത് കാണിക്കുന്നത്. പടിനിമിത്തിൽ ആ പാഠങ്ങളിൽ നിഴലിൽ കാണുന്നു. അതേ ആശയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ പല്ലക്ക് പണിതിരിക്കുന്നത് ലെബനോനിലെ ഈ ദേവദാരു കൊണ്ടാണ്. കർത്താവിന്റെ ശരീരത്തെയാണ് അത് കാണിക്കുന്നത്, ഔന്നത്യം. നമ്മൾ ഓർത്തു, അവന്റെ സഭ അവന്റെ ശരീരമാണ്.
ഒന്ന് എഫേസ്യർ 1:21, അവന്റെ ശരീരമായ സഭ. നോക്കുക, കർത്താവിന്റെ ആ ശരീരത്തെ ഇത് കാണിക്കുമ്പോൾ തന്നെ നമ്മൾ ഓർക്കണം, അവന്റെ ശരീരം അവന്റെ സഭയാണ്. രണ്ടാമത് അവിടെ പറഞ്ഞു, അതിന്റെ മൊക്കട്ടിക്കൽ അവൻ വെള്ളി കൊണ്ട് സിൽവർ. ഹി മെയ്ഡ് ദ പില്ലേഴ്സ് thereof ഓഫ് സിൽവർ. ഇതിനകത്ത് തൂണുകള്, വീണ്ടും നമ്മൾ ഓർത്തു, തൂണുകള് ശക്തിയാണ് കാണിക്കുന്നത്, അത് വെള്ളി കൊണ്ടാണ്. വെള്ളി ദൈവത്തിന്റെ വചനത്തിൽ വീണ്ടെടുപ്പിനെയാണ് കാണിക്കുന്നത്. മാത്രമല്ല, ദൈവത്തിന്റെ വചനത്തിനും വെള്ളി എന്ന് പറഞ്ഞിട്ടുണ്ട്. സങ്കീർത്തനം 12:6 ഒന്ന് വായിച്ചേ. സങ്കീർത്തനം 12:6. ഒന്ന്, കർത്താവ് ഈ ഭൂമിയിൽ നമുക്ക് സാധിപ്പിച്ചെന്ന നീതിയെ കാണിക്കുമ്പോൾ തന്നെ ഒരു വിശ്വാസിയുടെ ജീവിതത്തില് ഉടലെടുക്കുന്ന ആ നീതിയുടെ ഒരു ചിത്രമായിട്ടും ഇതിനെ എടുക്കാം. സങ്കീർത്തനം 12:6. ശുദ്ധീകരിച്ച വെള്ളിയാണ് ദൈവത്തിന്റെ വചനം. നോക്കുക, ഇതിന്റെ തൂണുകളൊക്കെ ആ വെള്ളി കൊണ്ടാണ്. കർത്താവിന്റെ ശരീരമായ സഭ, ഈ ലോകത്തിൽ യേശുക്രിസ്തു മൂവ് ചെയ്യുന്ന അവന്റെ സഭ, ആ സഭയുടെ പണി ദേവദാരു കൊണ്ടാണെങ്കിൽ അതിന്റെ അകം മുഴുവൻ എന്തുകൊണ്ടാണ്? ആ തൂണുകളൊക്കെ വെള്ളി കൊണ്ടാണ്. യേശുക്രിസ്തുവിന്റെ നീതി മാത്രമല്ല, ശുദ്ധീകരിക്കപ്പെട്ട ആ വെള്ളി ദൈവത്തിന്റെ വചനമാണ്. അടുത്ത നോക്കാം, മൂന്നാമത്തേത് ചാരു പൊന്നുകൊണ്ട്, ദ ബോട്ടം thereof ഓഫ് ഗോൾഡ്. ബോട്ടം, ഇതിന്റെ അടിഭാഗം, രാജാവ് സഞ്ചരിക്കുന്ന ഇതിന്റെ അടിഭാഗം പൊന്നുകൊണ്ടുണ്ടാക്കിയിരിക്കുകയാണ്. പൊന്നാണ്. പൊന്ന് കർത്താവിന്റെ ദൈവത്വത്തെ, ഡിവിനിറ്റിയെ കാണിക്കുന്നു. പൊന്ന് കാഴ്ചവെച്ചായിട്ട് നമുക്കറിയാം. കർത്താവിന്റെ ജനനത്തിങ്കില് പൊന്ന് കാഴ്ചവെച്ചു. ഈ ലോകത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒന്നാണ് പൊന്ന്. മാത്രമല്ല, അവന്റെ ദൈവത്വത്തിന്റെ ചിത്രമായി പൊന്നിരിക്കുമ്പോൾ ഈ ലോകത്തിലെ കർത്താവിന്റെ ഡിവൈൻ നേച്ചർ നമുക്ക് തന്നതിന്റെ ഒരു ചിത്രമായിട്ടും അത് എടുക്കാമെന്ന് പറയുന്നുണ്ട്. ഈ സഭയുടെ ഡിവൈൻ നേച്ചർ, നമ്മളെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളികളാക്കിയെന്ന് 2 പത്രോസ് 1:4 രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ ഡിവൈൻ നേച്ചറിനെ നമ്മളെ പാർട്ടേക്കേഴ്സ് ആക്കി. അപ്പോൾ അതും അവിടെ ചിന്തിക്കാൻ കഴിയുന്നു. പിന്നീടാണ് നാലാമത് നമ്മൾ ഓർത്തത്, അതിന്റെ ഇരിപ്പിടം രക്താംബരം കൊണ്ട്, കവറിംഗ് thereof ഓഫ് പർപ്പിൾ. അപ്പൊ രാജാവിന് ഇരിക്കാനുള്ള ഇരിപ്പിടം ആ പർപ്പിൾ കൊണ്ടാണ്. നമ്മൾ കർത്താവിനെ പരിഹസിച്ചപ്പോൾ ഈ പർപ്പിൾ കൊണ്ട്, രക്താംബരം കൊണ്ടാണ് അവിടെ മൂടിയത്. അവന്റെ രാജാവാണെന്ന് അവനെ പരിഹസിപ്പാനാണ് ആ രക്താംബരം കൊണ്ട് അവനെ മൂടിയത്, കവർ ചെയ്തത്. അവൻ രാജാവാണെന്ന് പരിഹസിപ്പാനാണ്. എന്നാൽ ഇവിടെ നോക്കുക, വാസ്തവത്തിൽ കർത്താവിന്റെ കർത്തൃത്വം അംഗീകരിച്ചവരുടെ ഒരു ചിത്രമായിട്ട് ഇത് പറയുന്നു. അതിന്റെ അകം മുഴുവൻ രാജാവിന് വേണ്ടി രക്താംബരം കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ്. വാസ്തവത്തിൽ അവൻ രാജാവാണ്. അത് അംഗീകരിച്ച ഒരു കൂട്ടം ആളുകളുടെ ചിത്രമായിട്ട് അത് എടുക്കാൻ കഴിയുന്നു. അവസാനമായിട്ട് 5ാമതായിട്ട് എടുത്ത് പറഞ്ഞു, ഇതിന്റെ അകം പറഞ്ഞു എന്താണ്? യെരുശലേം പുത്രിമാരുടെ പ്രേമം കൊണ്ട് വിചിത്ര ഖചിതമായി. ഈ സഭയ്ക്കുള്ളിലെ the midst thereof being paved with love for the daughters of Jerusalem. നമ്മൾ ഇന്നലെയും ചിന്തിച്ചില്ലേ, ഡോട്ടേഴ്സ് ഓഫ് ജെറുസലേം എന്ന് പറയുന്നത് രക്ഷിക്കപ്പെട്ടവരാണ്. നോക്കുക, ദൈവസഭയ്ക്കുള്ളിൽ ഈ ദൈവം വസിക്കുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യുന്ന ഇവിടം എന്തുവായി തീർന്നു? paved with the love of the daughters of Jerusalem. രക്ഷിക്കപ്പെട്ട ദൈവജനത്തിന്റെ സ്നേഹം കൊണ്ട് ഇതിനകം അങ്ങ് വിചിത്ര ഖചിതമായിരിക്കുകയാണ്. അല്ലേ? സഭ അങ്ങനെയല്ലേ? രക്ഷിക്കപ്പെട്ടവരുടെ ഹൃദയത്തിലെ, റോമർ 5:5 വായിക്കുന്നു, ദൈവത്തിന്റെ സ്നേഹം അവരുടെ ഹൃദയങ്ങളിലെ പകർന്നിരിക്കുന്നു. യോഹന്നാൻ രേഖപ്പെടുത്തുമ്പോൾ 1 യോഹന്നാൻ 4:7, 5:1. നമ്മള് സഹോദരന്മാരെ സ്നേഹിക്കുമ്പോൾ മരണം വിട്ട് ജീവനിൽ കടന്നെന്ന് നമുക്കറിയാം. നോക്കുക, അവിടെമെല്ലാം സ്നേഹമാണ്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ ആ വലിപ്പം മനസ്സിലാകുന്ന സഹോദരന്മാരുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ ഇതിനകം മുഴുവൻ സ്നേഹം കൊണ്ടങ്ങ് വിചിത്ര ഖചിതമായി. ആത്മീയാർത്ഥം നോക്കിയാട്ടെ, എന്തൊരർത്ഥമാണെന്നുള്ളത് ചിന്തിച്ചാട്ടെ, എത്ര ബ്യൂട്ടിഫുൾ ആണെന്നുള്ളത് ചിന്തിച്ചാട്ടെ. ഇനിയും അടുത്ത ഭാഗം ഒന്ന് ശ്രദ്ധിക്കാം, നമുക്ക് അവിടെ ഒന്ന് അവസാനിപ്പിക്കാം. 11ാം വാക്യം ഒന്ന് നോക്കിയാട്ടെ. 11ാം വാക്യം എടുത്തു പറഞ്ഞു, സിയോൻ പുത്രിമാരെ, നിങ്ങൾ പുറപ്പെട്ടു ചെന്ന്, ഗോ ഫോർത്ത് എന്ന, ഗോ ഫോർത്ത് ഓ ye daughters of Zion and behold King Solomon. നിങ്ങളൊന്ന് പുറപ്പെട്ടു എന്ന് കാണുക. എന്താണ്? വിത്ത് ദ ക്രൗൺ വേർ വിത്ത് ഹിസ് മദർ ക്രൗണ്ട് ഹിം ഇൻ ദ ഡേ ഓഫ് എ സ്പൗസൽ, ഇൻ ദ ഡേ ഓഫ് ഗ്ലാഡ്നെസ് ഓഫ് ഹിസ് ഹാർട്ട്. അവന്റെ സന്തോഷ ദിവസത്തിൽ, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ മലയാളത്തിൽ വായിക്കുന്നു ഹൃദയത്തിന്റെ ആനന്ദ ദിവസം, കല്യാണ ദിവസത്തില് അവന്റെ അമ്മ അവനെ ധരിപ്പിച്ച കിരീടം, ആ കിരീടത്തോടുകൂടെ ഒന്ന് കാണുക. എത്രയും അർത്ഥപൂർണമാണ്. കർത്താവിന്റെ കിരീടം എന്താണ് എന്ന് ചിന്തിച്ചു നോക്കിയേ. അവന്റെ ശിരസിൽ അവന്റെ അമ്മ ഒരു കിരീടം ധരിപ്പിച്ചു. ഭർത്താക്കന്മാരുടെ കിരീടം എന്താണെന്നറിയാവോ? സദൃശവാക്യം 12:4 ഭർത്താക്കന്മാരുടെ കിരീടം എന്താണെന്ന് നോക്കിയേ. സൗരന്മാർക്കും അതൊരു പാഠമായിരിക്കും. ദ വെർച്വസ്, സാമർഥ്യം എന്ന് പറഞ്ഞാൽ ഇവിടെ പറയുന്ന മോഡേൺ സാമർഥ്യമൊന്നുമല്ല, വെർച്വസ് വുമൺ എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എ വെർച്വസ് വുമൺ ഈസ് എ ക്രൗൺ ടു ഹർ ഹസ്ബൻഡ്.
ഒരു ഗുണവതിയായ സ്ത്രീ, സൽഗുണ ഉള്ള ഒരു സ്ത്രീ, അവൾ ഭർത്താവിനൊരു കിരീടമാണ്. എന്നെ പ്രിയപ്പെട്ടവരെ, ആ അർത്ഥം ഇതിനകത്തോട്ടൊന്ന് കൊണ്ടുവന്നേ. ഈ യേശുക്രിസ്തുവിന്റെ സഭ അവന്റെ കാന്തയാണ്, നമ്മളാണ്, നമ്മൾ അവന്റെ കിരീടമാണ്. പൗലോസ് തന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിൽ പറഞ്ഞ വാക്യങ്ങൾ നമ്മൾ ഓർമ്മയുണ്ടല്ലോ. ഫിലിപ്പിയർ 4:1 ഫിലിപ്പിയരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, എന്റെ സന്തോഷവും എന്റെ കിരീടവുമായുള്ളവരെ. 1 തെസ്സലോനിയർ 2:19 വാക്യം. 1 തെസ്സലോനിയർ 2:19 പൗലോസ് തെസ്സലോനിയർക്കാരെ കുറിച്ച് പറഞ്ഞു, എന്റെ ആശയോ എന്റെ സന്തോഷമോ എന്റെ കിരീടവും ആയുള്ളവരെ. സോ പൗലോസിന്റെ ശുശ്രൂഷ മൂലം രക്ഷിക്കപ്പെട്ടു വന്ന ആ വാസ്തവത്തിൽ മച്ചുളായ ബിലീവേഴ്സിനെ നോക്കി പൗലോസ് പറയുന്നു, എന്റെ കിരീടം. They are his praise. They are his reward. പൗലോസ് പറഞ്ഞു, നമ്മുടെ ഒരു ഭർത്താവിന്റെ വാസ്തവത്തിൽ കിരീടം, മഹത്വം, അവളുടെ വെർച്വസ് ഒരു ഭാര്യയാണ്. തിരിച്ചൊന്ന് ചിന്തിച്ചേ, ഗുണവതിയില്ലാത്തൊരു സ്ത്രീയെയാണ് ഭാര്യയായിട്ട് കിട്ടിയെങ്കിൽ ഭർത്താവിന്റെ സ്ഥിതി എങ്ങനെ ഇരിക്കും? കിരീടമായിരിക്കുമോ? കിരീടമല്ലേ. ഗുണവാദിയായ സ്ത്രീ, വെർച്വസ് വുമൺ, ഒരു ഭർത്താവിന് കിരീടമാണ്. ഇവിടെ സഭയുടെ മഹത്വമാണ് കുറച്ചു മുമ്പേ നമ്മൾ ചിന്തിച്ചത്. പറയുകയാണ്, നിങ്ങൾ ചെന്നൊന്ന് കാണുക. അവന്റെ കല്യാണ ദിവസം. നമ്മൾ ആരാണ്? നമ്മൾ അവന് വേണ്ടി വിവാഹ നിശ്ചയം ചെയ്ത കന്യകയാണ്. വിവാഹ നിശ്ചയം ചെയ്തിരിക്കുകയാണ്. നമ്മൾ കർത്താവിന്റെ കരം പിടിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് അവന്റെ ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മളാണ്. നമ്മൾ വചനത്തിൽ വായിക്കുന്ന, അവൻ മുമ്പിൽ വെച്ച സന്തോഷം ഓർത്തു, അപമാനം അലക്ഷ്യമാക്കി. ആ സന്തോഷം എന്നെ നേടുന്ന, നമ്മളെ നേടുന്ന സന്തോഷമാണ്. എബ്രായർ 12:2 യെശയ്യാവ് 53:11 വായിക്കുന്നു, അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. ഇംഗ്ലീഷിൽ വായിച്ചാൽ, ഹി ഷാൽ സീ ദ ട്രവൽ ഓഫ് ഹിസ് സോൾ ആൻഡ് ബി സാറ്റിസ്ഫൈഡ്. അവന്റെ ഹൃദയത്തിന്റെ നോവ്, പ്രസവവേദന കണ്ട് തൃപ്തനാകും. അതാരാണ്? നമ്മളാണ്. സങ്കീർത്തനം 22 വായിക്കുന്നില്ലേ, അവൻ തന്റെ പ്രയത്നഫലം കണ്ട് തൃപ്തനാകും. അവൻ എന്തിന് കഷ്ടപ്പെട്ടു, എന്തിന് ക്രൂശിൽ മരിച്ചു, എന്തിന് ഇന്ന് മധ്യസ്ഥനായി ശുശ്രൂഷിച്ചുകൊണ്ട് നമ്മെ സഹിച്ചും വഹിച്ചും രൂപാന്തരപ്പെടുത്തി ഇങ്ങനെ ഇരിക്കുന്നു. ഒരു ദിവസത്തെ കണ്ടുകൊണ്ടാണ്. എഫേസ്യർ 5 വായിക്കുന്നുണ്ട്, ഒരിക്കൽ അവൻ നമ്മെ കറയും കളങ്കവുമില്ലാത്തവളായി മുന്നിൽ നിർത്തും. അവൻ ആ കാന്തയെ ലഭിക്കുന്ന ദിവസത്തെ കണ്ടുകൊണ്ടാണ് അവൻ ഇതെല്ലാം ചെയ്യുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് അനേകരെ വാസ്തവത്തിൽ നേടിയെടുക്കുകയാണ്, ചെയ്യുകയാണ്. കർത്താവിന്റെ മഹത്വം പറഞ്ഞും കൊടുത്തും വാസ്തവത്തിൽ ആ സ്നേഹം കവർന്നെടുക്കുകയാണ്. കവർന്നെടുത്തിട്ട് അവളെ രൂപാന്തരപ്പെടുത്തുകയാണ്. രൂപാന്തരപ്പെടുത്തി അവന്റെ സകല പ്രയത്നവും അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത്, നമ്മളെ പഠിച്ചല്ലേ, ഭോജനയാഗം പഠിച്ചപ്പോൾ, ഈസ് എ ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഇൻ ഹിസ് എർത്ത് ലൈഫ് ആസ് വെൽ ആസ് ഇൻ ഹിസ് ഹെവൻലി ലൈഫ്. ഈ ലോകത്തിൽ അവൻ ജീവിച്ചത് നമുക്ക് വേണ്ടി, ഇന്ന് സ്വർഗത്തിൽ ജീവിക്കുന്നതും നമുക്ക് വേണ്ടി. അതെല്ലാം നമ്മളെ നേടുവാനുള്ള സന്തോഷമാണ്. അവസാനമായിട്ട് നമ്മൾ വായിക്കുന്നു, അവന്റെ കല്യാണ ദിവസത്തിൽ, ഓൺ ദ ഡേ ഓഫ് ഹിസ് എസ്പൗസൽ, അവന്റെ കാന്തയെ ലഭിക്കുന്ന അന്ന് അവൾ അവന്റെ കിരീടമാണ്, അവന്റെ ആനന്ദമാണ്. ഇന്ന് നമ്മൾ അവന്റെ കിരീടമായി, വാസ്തവത്തിൽ നമ്മൾ അതിന്റെ മഹത്വവും അതിന്റെ ശ്രേഷ്ഠതയും ഒന്ന് മനസ്സിലാക്കിയാൽ, ഈ കർത്താവിനെ നമ്മൾ എത്ര ഉന്നതമായൊരു നിലവാരത്തിൽ സേവിപ്പാൻ കടമ്പെട്ടവരാണ്. ഒരു വെർച്വസ് വുമൺ ആ ഭർത്താവിനെ വാസ്തവത്തിൽ മഹത്വം കൊണ്ടുവരുന്നത് പോലെ ഒരു വെർച്വസ് ചർച്ച്, ഒരു ഗുണവതിയായ സഭ ഈ കർത്താവിന് എത്ര മഹത്വം കൊണ്ടുവരേണ്ടതാണ്. അവളുടെ നൈർമല്യത, സ്നേഹം, ശുശ്രൂഷ, സമർപ്പണം ഒക്കെ ഒരു ഭാര്യ ചെയ്യുന്ന പോലെ നമ്മുടെ കർത്താവിനോട് നമ്മൾ ചെയ്യുവാൻ കടമ്പെട്ടവരാണ്. ഇത് പറഞ്ഞിട്ട് 4-ാം അധ്യായം തുടങ്ങുന്നത് എങ്ങനെയാണെന്നറിയാമോ? ഇത് അവളെക്കുറിച്ച് പറയുമ്പോൾ അവന്റെ ഹൃദയം വീണ്ടും ആ സ്നേഹം കൊണ്ട് മതിമറക്കുകയാണ്. അവളുടെ ട്രാൻസ്ഫോംഡ് ബ്യൂട്ടി അവൻ എടുത്തു പറയുകയാണ്. എന്താ പറയുന്നത്? ഒന്ന് കാൺമീൻ എന്ന് പറയുമ്പോൾ കാണുവാനായിട്ടുള്ള അവളുടെ സൗന്ദര്യമാണ് പിന്നെ വർണ്ണിക്കുന്നത്. ദ ബ്യൂട്ടി ഓഫ് ന്യൂ ക്രിയേഷൻ. 4-ാം അധ്യായത്തിന്റെ ആദ്യത്തെ 7 വാക്യം അവളുടെ അംഗപ്രത്യംഗം പറയുകയാണ്. ഇവിടെ നമ്മൾ വായിച്ച വാക്യം എന്നാണ്, ഇവിടെ ഒന്ന് പുറപ്പെട്ടു പോയി കാണുക എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷിൽ നമ്മളത് വായിക്കുകയുണ്ടായി, ഗോ ഫോർത്ത് ആൻഡ് ബിഹോൾഡ്. ഗോ ഫോർത്ത് ആൻഡ് ബിഹോൾഡ്. നിങ്ങൾ പുറപ്പെട്ട് ചെന്ന് അവന്റെ സന്തോഷ ദിവസത്തിൽ ആ കിരീടത്തോടുകൂടെ ഒന്ന് അവനെ ദർശിക്കാന്ന് പറയുമ്പോൾ, അവന്റെ സന്തോഷമായ അവന്റെ കാന്തയെ താഴോട്ട് വർണ്ണിച്ച് പറയുകയാണ്. ആ സന്തോഷത്തിന്റെ കിരീടമായി സഭ എങ്ങനെയെന്ന് വർണ്ണിക്കുകയാണ്. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ കർത്താവിന്റെ പ്രതിച്ഛായ വിളങ്ങുന്നു. കർത്താവിന്റെ ഛായ വിളങ്ങുകയാണ്. നമ്മൾ 2 കൊരിന്ത്യർ 3:18 ആ വാക്യം ഒന്ന് വായിച്ചു നോക്കാം. 2 കൊരിന്ത്യർ 3:18. 2 കൊരിന്ത്യർ 3:18 അത് വായിച്ച് നമുക്ക് താഴോട്ട് ഈ ഭാഗം കൂടെ ചിലത് ചിന്തിക്കാം. 2 കൊരിന്ത്യർ 3:18. ഒരു മൂടുപടമുണ്ടായിരുന്നു. പരസ്പരം കാണുവാനായിട്ട്, സംസർഗം നടത്തുവാനായിട്ട് സാധ്യമല്ലാത്തൊരു മൂടുപടമുണ്ടായിരുന്നു.
നമ്മളും കർത്താവുമായിട്ടുള്ള ബന്ധത്തിനൊരു മൂടുപടം, ആ മൂടുപടം നീങ്ങി, ആ പാപത്തിന്റെ മൂടുപടം മാറ്റിക്കളഞ്ഞു. ഇന്ന് നമുക്ക് മുഖാമുഖമായിട്ട് അവനെ കാണാം, ആത്മാവിൽ അവനെ മുഖാമുഖമായിട്ട് കാണാം, അവനോട് സംസർഗം നടത്താം, സംസാരിക്കാം. നമ്മൾ സംസാരിക്കും തോറും, സംസർഗം നടത്തും തോറും ആത്മാവ് രേഖപ്പെടുത്തി എന്താണ്? നമ്മൾ തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് രൂപാന്തരപ്പെടുകയാണ്. മോശ പർവ്വതത്തിൽ കയറി 40 രാവും 40 പകലും ദൈവത്തോട് സംഭാഷണം നടത്തിക്കൊണ്ടിരുന്നു. അവനോട് നിറങ്ങി വന്നപ്പോൾ അവൻ അറിഞ്ഞില്ലേ, അവന്റെ മുഖം തേജസ് കൊണ്ട് നിറയുകയാണ്. ഞാനും നിങ്ങളും ഈ കർത്താവിനെ കുറിച്ച് കൂടുതലായി പഠിക്കുമ്പോൾ, അവനോട് കൂട്ടായ്മ അനുഭവിക്കുമ്പോൾ നമ്മളും അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയാണ്. ഇവിടെ നമ്മൾ വായിക്കുന്നതാണ് ദ ട്രാൻസ്ഫോംഡ് ലൈഫ്. അവളുടെ സൗന്ദര്യം ഒന്ന് പോയി കാണുക എന്ന് പറയുമ്പോൾ അവൾ എങ്ങനെയുള്ളവളാണെന്ന് അവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ. നമ്മൾ എഫേസർ 5:29 കഴിഞ്ഞ ദിവസം ഓർത്തു. അവൻ അതിനുവേണ്ടി അവളെ നറിഷ് ചെയ്യുന്നു, ചെറിഷ് ചെയ്യുന്നു, പോറ്റുന്നു, പുലർത്തുന്നു, അവളെ ഉണർത്തുന്നു, അവൾക്ക് വളരെ കാര്യങ്ങൾ കൊടുക്കുന്നു. നോക്കുക, ഈ ഭാഗം വായിച്ചാൽ 4 പ്രാവശ്യം അവളെ ആ സൗന്ദര്യത്തെ പ്രകീർത്തിക്കുകയാണ്. ഒന്നാം വാക്യത്തില് എന്റെ പ്രിയേ നീ സുന്ദരി തന്നെ. Thou art fair, my love, behold thou art fair. 7ാം വാക്യത്തിൽ വരുമ്പോൾ എന്റെ പ്രിയേ നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ലേ. Thou art all fair, my love, there is no spot in thee. വീണ്ടും 10ാം വാക്യം നോക്കിയാട്ടെ. എന്റെ സഹോദരി, എന്റെ കാന്തേ, നിന്റെ പ്രേമം എത്ര മനോഹരം, വീഞ്ഞിനേക്കാൾ നിന്റെ പ്രേമവും സകലവിധ സുഗന്ധവർഗത്തേക്കാൾ നിന്റെ തൈലത്തിന്റെ പരിമളവും എത്ര രസകരം. ഏകദേശം 4 പ്രാവശ്യം ആ പ്രിയൻ അവളുടെ മഹത്വം, അവന്റെ സന്തോഷത്തെ എടുത്ത് പ്രകീർത്തിക്കുകയാണ്. നീ എത്ര സുന്ദരിയാണ്, ഹൗ ബ്യൂട്ടിഫുൾ. നീ സുന്ദരി തന്നെ. Thou art fair, my love. വാസ്തവത്തിൽ അതിന്റെ മഹത്വം ഒന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ. നാം വാസ്തവത്തിൽ എത്ര അശുദ്ധരാണ്, നമ്മൾ എത്രയോ കുറവുള്ളവരാണ്. കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഓർത്തു, നമ്മൾ ഒത്തിരി കുറവുള്ളവരാണ്. അവനോട് അടുക്കും തോറും നമ്മുടെ കുറവ് കാണുകയാണ്. ശൂനമി ആദ്യം പറഞ്ഞില്ലേ, ഞാൻ കറുത്തവളാണെങ്കിലും അഴകുള്ളവളാണ്. ഐ ആം ബ്ലാക്ക് ബട്ട് കോംലി. നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന കർത്താവിന്റെ ശക്തി. നമ്മൾ റോമലേഖനം 8 ഇന്ന് ഞാൻ ഓർക്കുകയായിരുന്നു, പകലിരുന്ന് അവിടെ വായിക്കുന്നു. ഹി ഹാസ് കോൾഡ് us with a purpose. നിർണയപ്രകാരം വിളിച്ചു. ആ നിർണയം എന്ന് പറഞ്ഞാൽ അവന്റെ രൂപത്തോട് നമ്മളെ അനുരൂപരാക്കുകയാണ്. ആ നിർണയം കർത്താവ് അത് നിർവഹിച്ചിരിക്കും. നമ്മൾ ഇവിടെ നോക്കിയാല് 7 അംഗങ്ങളെടുത്ത് അവളെ പ്രകീർത്തിച്ചുകൊണ്ട് ആ രൂപാന്തരത്തിന്റെ ഭാഗം പറയുന്നു. ഇതുപോലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോർഷൻ നോക്കുക, നമുക്ക് ഒത്തിരി ഇരുന്ന് ധ്യാനിക്കാൻ കഴിയുന്ന ഒരു പോർഷനാണ്, അർത്ഥപൂർണമാണ്. 7 അംഗങ്ങളെടുത്ത് പറയുന്നുണ്ട്. നമുക്ക് 7 പൂർണ്ണതയെ കാണിക്കുന്നു. 7 അതുകൊണ്ട് പൂർണ്ണതയുള്ള ബന്ധത്തിനടുത്ത് പറഞ്ഞിരിക്കുകയാണ്. അവിടെ ആദ്യം എടുത്ത് പറഞ്ഞത് കണ്ണാണ്. ഫസ്റ്റ് ഈസ് ഐസ്. നിന്റെ മൂടുപടത്തിന്റെ നടുവേ നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. നമ്മള് മത്തായി 6:22 ചിന്തിച്ചു, നിന്റെ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ നിന്റെ ശരീരം മുഴുവൻ വിളക്കുള്ളതായിരിക്കും. പ്രാവിന്റെ കണ്ണ് പോലെയാണ് നിന്റെ കണ്ണെന്ന് പറഞ്ഞു. പ്രാവിന്റെ കണ്ണ് ഒരു സമയം ഒരു കാര്യമാണ് കാണുന്നത് എന്ന് പറഞ്ഞാൽ അവളുടെ കൺമുമ്പിൽ മുഴുവൻ അവളുടെ പ്രിയനായി മാറി. അവളുടെ ലക്ഷ്യം മുഴുവൻ അവനാണ്. കണ്ണിനെ എടുത്ത് പറഞ്ഞു. താഴോട്ട് ആ കണ്ണുകളെ കുറിച്ചൊക്കെ വായിക്കുമ്പോൾ നമ്മളെ കഴിഞ്ഞ ദിവസം ഓർത്തല്ലോ, ലോകത്തിന് മനുഷ്യന് ഇതൊക്കെ എടുത്ത് വളരെ തെറ്റായിട്ട് ചിന്തിച്ച് അവൻ അതിൽ നിന്ന് മുതലെടുക്കുവാനും സംതൃപ്തി അടയുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. ഞാനൊരു വാക്യം അതുള്ള ബന്ധത്തിൽ വായിക്കാൻ ആഗ്രഹിക്കുന്നു. തീത്തോസ് 1:15 നോക്കിയാട്ടെ, നമുക്കൊന്ന് വായിച്ചു നോക്കാം. തീത്തോസ് 1:15. ഈ ഭാഗങ്ങള് ആരെങ്കിലും പരിഹസിച്ച് പറയുകയാണെങ്കിൽ ഈ വാക്യം എടുത്ത് കോട്ടി ചെയ്യണം അവരോട്. ശുദ്ധിയുള്ളവർക്കെല്ലാം ശുദ്ധമാണ്, എന്നാൽ മലിനന്മാർക്കും അവിശ്വാസികൾക്കും ഒന്നും ശുദ്ധമല്ലേ. അവരുടെ ചിത്തവും മനസാക്ഷിയും മലിനപ്പെട്ടു പോയി. ഒരു ദൈവദാസൻ പറഞ്ഞ പോലെ, they suck poison out of that from which others draw sweetness. മറ്റുള്ളവർ മാധുര്യം നുകരുന്ന ഇടത്തിൽ അവർ വിഷം വലിച്ചെടുക്കും. സാധാരണ മലയാളത്തിലൊരു പറച്ചിലുണ്ടല്ലോ, ക്ഷീരമുള്ള ഒരു അകിടിൻ ചുവട്ടിൽ ചോര തന്നെ കൊതുകിന് കൗതുകം. നോക്കുക, അകിടിന്റെ ചുവട്ട് നിറച്ച് പാല് നിൽക്കുകയാണ്, പക്ഷെ കൊതുകിന് കൗതുകം അവിടെയുള്ള ചോരയാണ്. ഇവിടെ നോക്കുക, അവരുടെ അംഗപ്രത്യംഗം വർണ്ണിക്കുമ്പോൾ ഒരു ശുദ്ധമുള്ള മനസാക്ഷിക്ക് യാതൊന്നും അശുദ്ധമായി മാറുന്നില്ലേ. കാരണം അവരുടെ കോൺഷ്യസ് ക്ലിയറായി മാറി. അവർക്ക് ശുദ്ധമുള്ളത് കണ്ടെത്തുവാൻ കഴിയുന്നു. അവൾക്ക് വാസ്തവത്തിൽ ഇതിന്റെ ആത്മീയാർത്ഥങ്ങൾ വിലയിരുത്തുവാൻ കാണുവാനായിട്ട് സാധിക്കുന്നു.
എന്നാൽ ഒരു അവിശ്വാസി ഇത് വായിക്കുകയാണെങ്കിൽ, ഒരു അവിശ്വാസിയാണ് ഇത് ധ്യാനിക്കുന്നതെങ്കിൽ, അവൻ ആ മാധുര്യം നുകരുന്ന ഇടത്തിൽ നിന്ന് അവന് വാസ്തവത്തിൽ അവന് ദോഷകരമായത് നുകരുവാനായിട്ട് കഴിയുന്നു. കാരണം മറ്റൊന്നുമല്ല, അവന്റെ ചിത്തം മലിനമായി പോയതുകൊണ്ടാണ്. അവനൊന്നും ശുദ്ധമല്ല, അവന്റെ ചിത്തം മലിനമായി പോയി. എന്നാൽ എത്രയോ ദൈവദാസന്മാർ, ദൈവമക്കൾ ഇതിന്റെ ആത്മീയാർത്ഥം കണ്ട് അവർ കുളിർമ കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. ആ കണ്ണുകള്, അവളുടെ കണ്ണുകള്, ദൗ ഹാസ്, അവിടെ എടുത്തു പറയുന്നു, മൂടുപടത്തിന്റെ നടുവേ നിന്റെ കണ്ണ് പ്രാവിന്റെ കണ്ണ് പോലെ ഇരിക്കുന്നു. എടുത്തു പറഞ്ഞ് ശ്രദ്ധിക്കുക, മൂടുപടത്തിന്റെ നടുവെയാണ്. മൂടുപടത്തിന്റെ നടുവേ. പ്രിയപ്പെട്ട സൗരശന്മാർ ഓർക്കണം, മൂടുപടം ധരിച്ചൊരു സ്ത്രീ, കൊരിന്ത്യലേഖനത്തെ നമ്മൾ വായിക്കുന്നു, ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നതിന്റെ ചിത്രമാണ്. അത് വാസ്തവത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. കീഴ്പ്പെട്ട സഭയാണ് കാണിക്കുന്നത്. ദൂതന്മാർ നോക്കിയിരിക്കും. നമ്മൾ തിരുവചനത്തിൽ വായിക്കുന്ന കൊരിന്ത്യലേഖനത്തിൽ, ദൂതന്മാർ നിമിത്തം സ്ത്രീകൾക്ക് തലമേൽ അധീനതാ ലക്ഷ്യമുണ്ടായിരിക്കണം. ബിക്കോസ് ഓഫ് ഏഞ്ചൽസ് ദേ ഷുഡ് ഹാവ് എ കവറിംഗ് ഓവർ ഹെഡ്. സ്ത്രീകൾ എന്തിനാ ദൂതന്മാരെ ഓർത്തിട്ട് തലമൂടിയിരിക്കേണ്ടത്? ദൂതന്മാർ അവരെ ശ്രദ്ധിക്കുമ്പോൾ നോക്കുക, അവർ തലമൂടി സഭായോഗത്തിലിരിക്കുമ്പോൾ ദൂതന്മാർക്ക് മനസ്സിലാകുന്നു അവൾ തന്റെ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അതിന്റെ പൊരുള് സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. ദൂതന്മാരിൽ ഒരു ഭാഗം കർത്താവിന്റെ കർത്തൃത്വത്തിന് മറുതലിച്ചു. അവർ ദുഷ്ടദൂതന്മാരായി മാറി. ഒരു കൂട്ടം ദൂതന്മാർ അവർ കർത്താവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടുന്നവനെ ശുശ്രൂഷിക്കുന്നു. ഈ ലോകത്തിൽ ദുഷ്ടന്റെ അധീനതയിൽ കിടന്ന യുവജനത്തെ വിടുവിച്ച് അവന്റെ രാജ്യത്തിന്റെ അവകാശികളാക്കി നമ്മളെ മാറ്റി. അവർ കർത്താവിന്റെ കർത്തൃത്വത്തിന് വിധേയപ്പെട്ടു. അവൾ മൂടുപടം ധരിച്ചു, കീഴ്പ്പെട്ടിരിക്കുന്നു, അവന് വിധേയപ്പെട്ടിരിക്കുന്നു. നോക്കുക, കീഴ്പ്പെട്ടിരിക്കുമ്പോൾ നമ്മളിവിടെ വായിക്കുന്നു, ആ മൂടുപടത്തിന്റെ നടുവേ അവളുടെ കണ്ണ് പ്രാവിന്റെ കണ്ണുപോലെ ഇരിക്കുകയാണ്. അവളുടെ പെർസെപ്ഷൻ, അവളുടെ ഉൾക്കാഴ്ച, അവളുടെ കാഴ്ച, ആത്മീകമായ കാഴ്ച, അവളുടെ ഇന്ദ്രിയം വാസ്തവത്തിൽ വളരെ ഷാർപ്പായി മാറി. എബ്രായലേഖനം 5:14 വായിക്കുന്നുണ്ട്, നന്മതിന്മകളെ തിരിച്ചറിയുവാൻ ഇന്ദ്രിയങ്ങൾ ഉള്ളവരായി പ്രായം തികഞ്ഞവർക്കേ കഴിയുകയുള്ളൂ. അങ്ങനെ ഒരു പദപ്രയോഗമുണ്ട്. ടു ഡിസേൺ വാട്ട് ഈസ് റൈറ്റ് ആൻഡ് വാട്ട് ഈസ് റോങ്. അതാർക്കാണ്? പ്രായം തികഞ്ഞ ഇന്ദ്രിയമുള്ളവർ. ഇവളുടെ കാഴ്ചപ്പാടിൽ അതിന്റെ വ്യത്യാസമുണ്ടായി. അവളുടെ വിനയത്വത്തിലും വിധേയത്വത്തിലും അവൾക്കുണ്ടായ വ്യത്യാസമാണ് കാണുന്നത്. എത്ര മനോഹരമാണെന്ന് ഓർത്താട്ടെ, ഇസഹാക്കിനെ കാണുവാൻ ഇസഹാക്കിന് വേണ്ടി ഒരുക്കപ്പെട്ട കാന്ത റിബേക്ക, അവളെ എലിയാസാർ കൂട്ടിക്കൊണ്ടുവന്നു. ദൂരെ വെച്ച് ഇസഹാക്കിനെ കണ്ടു. ഇതാണ് അവൾക്ക് വേണ്ടി കരുതിയ വരനെന്ന് മനസ്സിലായപ്പോൾ വായനത്തിൽ നമ്മൾ വായിക്കുന്ന, അവൾ ഒട്ടപ്പുറത്ത് നിന്ന് ഇറങ്ങി, അവൾ മൂടുപടമെടുത്ത് തന്നെ മൂടി. ആ ഭർത്താവിന് അവൾ വിധേയപ്പെട്ട് കൊടുക്കുകയാണ്. ആ മൂടുപടം നമ്മളെ അത് കാണിക്കുന്നത്. കണ്ണുകൾ ആ മൂടുപടത്തിന്റെ നടുവില്, അത് വളരെ സൗന്ദര്യമുള്ളതാണെന്ന് കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. വിധേയപ്പെട്ട സഭയുടെ കാഴ്ചപ്പാട് വളരെ സൗന്ദര്യമുള്ളതാണെന്ന് പ്രിയൻ എടുത്തു പറയുന്നു. 2, നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെ ഇരിക്കുന്നു. തലമുടി ഗിലെയാദ് മലഞ്ചരിവ്, മൗണ്ടൻ ഗിലെയാദ് എന്ന് പറയുന്നത് സിറിയയുടെ. 1-2 വാക്യം വേണേ വായിക്കാം, അപ്പൊ കുറച്ചുകൂടെ ക്ലിയർ ആവും. ജെറമ്യ 9:19 നോക്കിയാട്ടെ. മീഖ 7:14 ഉണ്ട്. ജെറമ്യ 50:19, മീഖ 7:14. ജെറമ്യ 50:19 നോക്കിയാട്ടെ. ഗിലെയാദ് മലഞ്ചരിവിനെ കുറിച്ച് എടുത്തു പറയും, മൗണ്ടൻ ഗിലെയാദ്. ഹി ഷാൽ ഫീഡ് ആൻഡ് ഹിസ് സോൾ ഷാൽ ബി സാറ്റിസ്ഫൈഡ് അപ്പോൺ മൗണ്ട് ഗിലെയാദ്. ഗിലെയാദ് മലഞ്ചരിവിൽ മേഞ്ഞ് ഭക്ഷണം കൊടുത്ത് തൃപ്തി അടയും. മീഖ 7:14, ലെറ്റ് ദം ഫീഡ് ഇൻ ഗിലെയാദ്. ഗിലെയാദിൽ മേയട്ടെ എന്നെടുത്ത് പറയുകയാണ്. ഇവിടെ എടുത്തു പറഞ്ഞു, ഗിലെയാദ് മലഞ്ചരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം. സിറിയൻ ആടുകൾ, സിറിയൻ ഗോട്ട്സ്, കറുത്ത രോമമുള്ള സിൽക്കി ഷെയർ. ഈ കമ്പിളി രോമമുള്ള ആട്ടിൻ രോമം കമ്പിളിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണല്ലോ. അത് ഈ ഗിലെയാദ് മലഞ്ചരിവിലെ സിറിയൻ ഗോട്ട്സിന്റെ രോമങ്ങൾ പ്രസിദ്ധമാണ്. അത് സിൽക്കിഷ് ആയിട്ടുള്ള, സിൽക്ക് പോലെ ഇരിക്കുന്ന ആ രോമം ഉള്ളതാണ്. നമ്മൾ ഇനി ആ വാക്യം ഒന്ന് നോക്കിയാട്ടെ. അത് നിന്റെ തലമുടി ഗിലെയാദ് മലഞ്ചരിവിൽ കിടക്കുന്ന കോലാട്ടിൻ കൂട്ടം പോലെയാണ്. ഇങ്ങനെ വളർന്ന തലമുടികളെല്ലാം കൂടെ വളർന്ന് ഈ ആട്ടിൻ പറ്റ ഒന്നിച്ച് കിടക്കുമ്പോൾ ആ പ്രിയൻ അത് എങ്ങനെ കാണുന്നു എന്നുള്ളത് ഓർത്താട്ടെ. നമ്മള് സംഖ്യാപുസ്തകം 6 നിന്ന് നാസ്വതക്കാരനെ കുറിച്ച് പഠിച്ചില്ലേ? അവന്റെ നീണ്ട തലമുടി എന്തിനെയാണ് കാണിച്ചത്? അവന്റെ സമർപ്പണം. അതുതന്നെയായി ആശയം. അവന്റെ സമർപ്പണമാണ് സംഖ്യാപുസ്തകം 6-ാം അധ്യായം. ആ നീണ്ട തലമുടി
അത് സമർപ്പണത്തെ കാണിക്കുന്നു. ഇവിടെ നോക്കുക, ആദ്യം അവളുടെ കാഴ്ചപ്പാടിനെ കുറിച്ച് പറഞ്ഞു, കണ്ണിനെ കുറിച്ച്. രണ്ടാമതെടുത്ത് പറഞ്ഞു, അവളുടെ വാസ്തവത്തിൽ മേഞ്ഞ് അവൾ ഗിലെയാദ് മലഞ്ചെരുവിലെ ഭക്ഷണങ്ങൾ കഴിച്ച് അവളുടെ ശരീരത്തിൽ നിന്ന് വളർന്ന ഈ രോമങ്ങൾ മുഴുവൻ ആട്ടിൻ പറ്റ ഒന്നിച്ചു കിടക്കുമ്പോൾ ആ വളർന്ന നീണ്ട രോമം പോലെ തലമുടി പോലെ കിടക്കുന്നു. അവളുടെ ശരിയായിട്ടുള്ള സമർപ്പണത്തെ കാണിക്കുന്നു. അവളുടെ കണ്ണ് കാഴ്ചപ്പാടിനെ കാണിച്ചു. അവളുടെ തലമുടി സമർപ്പണം. സംഖ്യാപുസ്തകം 6-ാം അധ്യായത്തിൽ നാസ്വതക്കാരന്റെ സമർപ്പണത്തെക്കുറിച്ച് നമ്മളത് പഠിക്കുകയും ഓർക്കുകയും ചെയ്തു. ഇനിയും നമ്മൾ വായിക്കുന്നു, അത് കിടക്കുകയാണ്. പച്ചയായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. അവിടെ വലിയൊരു ആശയം. ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ച് നിറഞ്ഞ് അയവിറക്കുന്ന ഗിലെയാദിലെ ഭക്ഷണം കഴിച്ച് നിറഞ്ഞ ആരോഗ്യമുള്ള ആട്ടിൻ പറ്റങ്ങളെയാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ അടുത്ത ഭാഗം നോക്കിയാട്ടെ, എടുത്തു പറഞ്ഞത് നിന്റെ പല്ല് രോമം കത്രിച്ചിട്ട് കുളിച്ച് കയറി വരുന്ന. ഇപ്പോൾ നമ്മള് രോമമുള്ള ആട്ടിനെ കുറിച്ച് പറഞ്ഞെങ്കിൽ അടുത്തായിട്ട് പറഞ്ഞു നിന്റെ പല്ല് രോമം കത്രിച്ച് കുളിച്ച് കയറി വരുന്ന ആടുകളെ പോലെ ഇരിക്കുന്നു. അവയിലൊന്നും മച്ചയായിരിക്കുന്നില്ലേ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, പല്ല് എന്തിനെയാ കാണിക്കുന്നത്? ഭക്ഷണം ചവച്ചരച്ച് ഭക്ഷിക്കാനായിട്ടുള്ള കഴിവിനെയാണ് കാണിക്കുന്നത്. കൊച്ചു കുഞ്ഞുങ്ങൾ ജനിച്ചാല് അവർക്ക് പല്ലില്ലേ? അതുകൊണ്ടാണ് അവർക്ക് എന്ത് കൊടുക്കേണ്ടത്? പാല് കൊടുക്കേണ്ടത്. പാല് കുടിച്ച് ഒരു സ്റ്റേജിൽ എത്തിയെങ്കിൽ മാത്രമേ അവർക്ക് കട്ടിയായുള്ള ആഹാരം കഴിക്കാൻ സാധിക്കുകയുള്ളൂ. പൗലോസ് കൊരിന്ത്യർക്കും മറ്റും എഴുതി എന്താ, നിങ്ങൾക്ക് കട്ടിയായ ആഹാരം കഴിക്കാൻ കഴിയില്ല, നിങ്ങൾക്ക് പാലാണ് വേണ്ടത്. ഐൻസൈഡ് എന്ന് പറയുന്ന ദൈവദാസൻ പറഞ്ഞു, ഐ ആം എഫ്രൈഡ് ദർ ആർ എ നമ്പർ ഓഫ് ടൂത്ത്ലെസ് ക്രിസ്ത്യൻസ് ഫ്രം ദാറ്റ് സ്റ്റാൻഡ് പോയിന്റ്. പല്ലില്ലാത്ത വിശ്വാസികൾ. ഈ ആശയത്തിലൊന്ന് ചിന്തിച്ചേ, ഇപ്പോഴും കട്ടിയായ ആഹാരം ചവയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പല്ലൊന്നും കിളുത്തിട്ടില്ലേ? എങ്ങനെ ഇരിക്കും അവിടെ സൗന്ദര്യം? ആത്മീയമായിട്ടൊന്ന് ചിന്തിച്ചേ. ഇപ്പോഴും പാലേ കൊടുക്കാനൊക്കെ ഉള്ളൂ, പാല് കുടിച്ചോണ്ടിരിക്കുക ഇപ്പോഴും. പൗലോസ് എഴുതി എബ്രായർ 5:11-14 വാക്യം, എബ്രായർ 5:11-14, പിന്നെ 1 പത്രോസ് 2:1-2 വാക്യം. ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ മായമില്ലാത്ത പാല്. പക്ഷെ ഈ പാല് കുടിച്ചോണെങ്കിൽ ജീവിതത്തിന്റെ അന്ത്യം വരെ ഇരുന്നാലോ? ആ കുഴപ്പമാണ്. ഇവിടെ നോക്കുക, ഈ ടൂത്ത്ലെസ് ക്രിസ്ത്യൻ അല്ല, ഇന്ന് അവൾ വളർന്നു, പാല് കുടിച്ച് വളർന്നു. അവൾ സിറിലാക്കൊക്കെ കഴിച്ച് ഇന്ന് നല്ല ഇറച്ചിയൊക്കെ കടിച്ചു തിന്നാൻ കഴിയുന്ന, വചനത്തിൽ കട്ടിയായ ആഹാരങ്ങൾ എടുത്ത് ചവച്ചരച്ച് തിന്നുവാൻ കഴിയുന്ന പല്ലുകളുള്ള ഒരു വിശ്വാസിയായി മാറി എന്ന് പറഞ്ഞാൽ ആ പ്രിയയുടെ ആത്മീയ സൗന്ദര്യം നോക്കിയാട്ടെ. ആദ്യം അവളുടെ കാഴ്ചപ്പാട് ഭേദാഭേദങ്ങളെ വിവേചിപ്പാൻ കഴിയുന്നു. അവളുടെ തലമുടി അതവളുടെ സമർപ്പണത്തെ കാണിക്കുന്നു. അവളുടെ പല്ല് അവൾക്ക് ആത്മീകമായി വളർന്നിരിക്കുന്ന അവളുടെ ആ വളർച്ചയെ കാണിക്കുന്നു. എന്നാൽ ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ പദപ്രയോഗം ശ്രദ്ധിച്ചാട്ടെ. അവിടെ വന്നിരിക്കുന്ന പ്രയോഗം, നിന്റെ പല്ല് രോമം കത്രിച്ചിട്ട് കുളിച്ചു കയറി വരുന്ന ആടുകളെ പോലെ. എന്തോ പരിപാടിയാ? രോമം കത്രിച്ചിട്ട് വരുന്നു. നമ്മള് എസെക്കിയേൽ പ്രവചനം 44:16-17 വാക്യം വായിച്ചാൽ, പുരോഹിതന്മാരോട് ദൈവം ആവശ്യപ്പെട്ടു അവർ കമ്പിളി കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത്. എസെക്കിയേൽ 44:16-17 വാക്യം. ഒരു പുരോഹിതൻ ശുശ്രൂഷിക്കുമ്പോൾ കമ്പിളി കൊണ്ടുള്ള വസ്ത്രം ധരിക്കരുത്, ആട്ടിന്റെ രോമമുള്ള വസ്ത്രം ധരിക്കരുത്. എന്തായി കാണിക്കുന്നതെന്നറിയാമോ? ആട്ടിൻ രോമം ധരിക്കരുതെന്ന് ദൈവജനം പറയുമ്പോൾ അവൻ നാച്ചുറലി വളർന്നു വന്ന ഒന്നാണ്. ഇറ്റ് ഷോസ് കാർണൽ ലൈഫ് ഓർ നാച്ചുറൽ സീൽ. ദൈവിക ശുശ്രൂഷയിലെ അവന്റെ നാച്ചുറൽ സീൽ ഒന്നും വേണ്ട. ദൈവിക ശുശ്രൂഷയിലെ അവന്റെ കാർണൽ ലൈഫ് ഒന്നും വേണ്ട. അതുകൊണ്ടാണ് ശുശ്രൂഷിക്കുമ്പോൾ പുരോഹിതന്മാർ കമ്പിളി വസ്ത്രം മാറ്റാൻ പറഞ്ഞു. ദൈവിക ശുശ്രൂഷയിൽ കാർണാലിറ്റി അല്ല ആവശ്യം, കാർണൽ ലൈഫ് അല്ല ആവശ്യം. നോക്ക, ഇവിടെ എടുത്തു പറഞ്ഞു, ഈ ഭക്ഷണം ചവച്ച് അരച്ച് അവൾ വളർന്ന് അവൾ ഇങ്ങനെ വളരുമ്പോൾ നമ്മള് വളരെ ശ്രദ്ധിക്കണം. ഈ കാർണാലിറ്റി നമ്മളിൽ ഉണ്ടെങ്കിൽ അത് വളരെ കുഴപ്പമായി തീരും. സഭയ്ക്കൊക്കെ ഈ ലഭിച്ച അനുഗ്രഹം നന്മയെക്കാട്ടിൽ അധികം തിന്മയ്ക്ക് ഭവിക്കും. ദൈവജനം പഠിച്ച് കുറച്ചുകൂടെ പ്രാപ്തന്മാരായി മാറുമ്പോൾ മറുഭാഗത്ത് അവരുടെ കാർണാലിറ്റി, ജഡീകത്വത്തിന് വാസ്തവത്തിൽ അതിനെ മാറ്റിക്കൊണ്ടിരിക്കുന്നില്ലെങ്കിൽ സഭയ്ക്ക് അവരെ അനുഗ്രഹമല്ല ശാപമായിട്ട് മാറും. അവരുടെ ആ നാച്ചുറൽ സ്വീറ്റ്നെസ് സഭയിൽ ഭിന്നതയും വഴക്കും ചോദ്യവും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടിടയായിത്തീരും. അതുകൊണ്ടാണ് ശുശ്രൂഷിക്കുമ്പോൾ കമ്പിളി രോമം മാറ്റിയിരിക്കണം. ഇവിടെ അതിന്റെ വലിയ പാഠമാണ്. കൃപയാണ് ആവശ്യം. നമ്മൾ 1 പത്രോസ് 5:5-6 വാക്യത്തിൽ വായിക്കുന്നു, താഴ്മയുള്ളവർക്ക് അവൻ കൃപ നൽകുന്നു.
സദൃശവാക്യം 3:14 എളിയവർക്ക് അവൻ കൃപ നൽകുന്നു. വാട്ട് വി നീഡ് ഈസ് ഗ്രേസ് ഫോർ ദ മിനിസ്ട്രി. ആ ഗ്രേസ് കൊടുക്കുന്നത് നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ ആ സ്വയമൊക്കെ താഴുമ്പോഴാണ്. താഴ്മ വേണം. മുടിയനായ പുത്രൻ അപ്പാ എന്റെ വീതം ഇഞ്ഞ് തരണമെന്ന് പറഞ്ഞു. വളരെ നിർബന്ധം. അപ്പൻ അങ്ങ് വീതം കൊടുത്തു. പക്ഷെ അന്ന് തൊട്ട് എന്നോ പറ്റി? അവൻ അപ്പന്റെ അടുക്കൽ നിന്ന് മാറുവാൻ തുടങ്ങി. അവന് ശാപമായി മാറി. വാസ്തവത്തിൽ ദൈവം എന്നെ അനുഗ്രഹിപ്പാൻ കഴിയത്തില്ല എന്ന് ദൈവത്തിന് തോന്നിയാൽ, ഞാനൊരു ദൈവദാസനാണ്, ദൈവം എന്നെ അനുഗ്രഹിക്കില്ലേ? അനുഗ്രഹിച്ചാൽ, ഞാൻ ചോദിച്ച പലതും എനിക്ക് തന്നാൽ ചിലപ്പോൾ എനിക്ക് ദോഷമായിട്ട് ഭവിക്കും. ആത്മിക ശുശ്രൂഷയിൽ പോലും എന്നെ അങ്ങോട്ടെടുത്ത് ബില്ലിഗ്രാമിനെ പോലൊക്കെ ഉപയോഗിക്കാൻ പറഞ്ഞാൽ ചിലപ്പോൾ അത് എനിക്ക് ദോഷമായിട്ട് ഭവിക്കും. അതുകൊണ്ട് എന്നെ എടുത്ത് ഉപയോഗിക്കാത്തത്. എനിക്ക് കൃപ തന്ന് എന്നെ എടുത്ത് ഉപയോഗിപ്പാൻ പാകമാകുന്നതനുസരിച്ചാണ് അവൻ എന്നെ വളർത്തുന്നത്. ഇവിടെ അതിന്റെ മനോഹരമായ ചിത്രമാണ് ഇവിടെ എടുത്തു പറയുന്നു. രോമം കത്രിച്ചിട്ട് കുളിച്ച് കയറി വരുന്നു. നോക്കുക, കുളിച്ച് കയറി വരുന്നു. നമ്മൾ ദൈവവചനത്തിൽ വായിക്കുന്നു, ശുദ്ധിയാണ് അത് കാണിക്കുന്നത്. പത്രോസിനോട് കർത്താവ് സംഭാഷിച്ച സംഭാഷണം യോഹന്നാൻ 13:4-9 വരെ വായിക്കുന്നില്ലേ? കുളിച്ചിരിക്കുന്നവർക്ക് കാലുകള് കഴുകിയാൽ മതി. കാലുകൾ കഴുകണം. ദിനംതോറുമുള്ള കഴുകല്. കുളിച്ചു, ശുദ്ധിയുള്ള ജീവിതം, കാർണാലിറ്റി മാറ്റിയ ജീവിതം. ഈ വചനങ്ങൾ പഠിച്ച് ഭക്ഷണം ചവച്ചരച്ച് ഭക്ഷിച്ച് ബലമുള്ള ശക്തിയുള്ള വിശുദ്ധന്മാരായി വളർന്നു വന്നു. അവരുടെ ആത്മീയ സൗന്ദര്യമാണ് എടുത്ത് കാണിക്കുന്നത്. എന്നിട്ട് എടുത്തു പറഞ്ഞു, അവയിലൊന്നും മച്ചയായിരിക്കുന്നില്ലേ, ഇരട്ട പിറന്നതാണ്. ആ പല്ലുകളുടെ സൗന്ദര്യമാണ് എടുത്ത് കാണിക്കുന്നത്. നമുക്ക് അടുത്തായിട്ട് നോക്കാം. മൂന്നാം വാക്യം. നിന്റെ അധരം കടും ചുവപ്പ് നൂൽ പോലെയും നിന്റെ വായ് മനോഹരവുമാകുന്നു. ദ ലിപ്സ് ആർ ലൈക്ക് ത്രെഡ് ഓഫ് സ്കാർലറ്റ് ആൻഡ് സ്പീച്ച് കോംലി. അവിടെ ലിപ്സ് എന്നും സ്പീച്ച് എന്നുമാണ് വന്നിരിക്കുന്നത്. ലിപ്സ് ആൻഡ് സ്പീച്ച്. നാലാമത് പറഞ്ഞ ഫീച്ചറാണ് ലിപ്സും സ്പീച്ചും. മലയാളത്തിൽ വായെന്നാ വന്നിരിക്കുന്നത്. സോ ലിപ്സ്, ഇറ്റ് സിഗ്നിഫൈസ് എക്സ്പ്രഷൻ. നമ്മൾ അധരങ്ങൾ കൊണ്ടാണല്ലോ പല്ല് നമ്മൾ പഠിച്ചു. അകത്ത് ഇതൊക്കെ ചവച്ചരച്ച് ധാരാളം അകത്തുണ്ട്. ഇനിയും എക്സ്പ്രഷൻ വരികയാണ്. അവളുടെ കാഴ്ചപ്പാട്, അവളുടെ സമർപ്പണം, ഇനിയും അവളുടെ എക്സ്പ്രഷനാണ്. ആ അധരങ്ങളിൽ കൂടിയുള്ള എക്സ്പ്രഷൻ. നമുക്ക് നേരത്തെ നമ്മുടെ എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നെന്നറിയാമോ? വചനം അത് പറയുന്നുണ്ട്. റോമലേഖനം 3:13-14 വായിച്ചാൽ പാപി അധരം തുറന്നാൽ എങ്ങനെയാണെന്ന് പറയുന്നുണ്ട്. അത് ഇതിനോടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. രക്ഷിക്കപ്പെടാത്ത ഒരുത്തന്റെ വായെക്കുറിച്ച് പറയുക. അവൻ തൊണ്ട തുറന്നാൽ തുറന്ന ശവക്കുഴി. ശവക്കുഴി തുറന്നിരുന്ന മണമാണോ സൗന്ദര്യമാണോ? നമ്മളൊന്ന് നോക്കിയേ. ദൈവം പറയുന്നു, ലോകത്തിന്റെ മനുഷ്യൻ വാ തുറന്നാല് അത് തുറന്ന ശവക്കുഴി പോലെ ദുർഗന്ധമാ, മ്ലേച്ഛത, അഴുക്ക്, വിദ്വേഷം തോന്നുന്ന നിർമ്മലദൃഷ്ടിയുള്ള ദൈവത്തിന്റെ കൺമുമ്പിൽ അവന്റെ വാ തുറന്നാൽ വാസ്തവത്തിൽ ദുർഗന്ധം വമിക്കുന്നതാണ്. മാത്രമല്ല, നാവിന്റെ കീഴിലാണ് ഇരിക്കുന്നത് സർപ്പവിഷം എന്ന് പറഞ്ഞാൽ ഉണ്ടോന്നറിയത്തില്ല, ഒന്ന് തൊട്ടു നോക്കിയാലേ സർപ്പത്തിന്റെ വിഷം ഇറങ്ങി വരുള്ളൂ. അത് രക്ഷിക്കപ്പെടാത്തവന്റെ സ്ഥിതിയാണ്. എന്നാൽ ഇന്ന് അവള് ധാരാളം ഭക്ഷണം കഴിച്ചു, അവളുടെ അകം നിറഞ്ഞു. അവളുടെ അധരം കൊണ്ടുള്ള എക്സ്പ്രഷൻ, ആ എക്സ്പ്രഷൻ പറഞ്ഞു, നിന്റെ അധരം എങ്ങനെയാണ് ഇരിക്കുന്നത്? ആ ചുണ്ടുകള്, ലിപ്സ് ആർ ലൈക്ക് ത്രെഡ് ഓഫ് സ്കാർലറ്റ്. അത് കടുംചുവപ്പ് നൂല് പോലെയാണ്. എത്ര മനോഹരമാണ്. ജോഷുവയുടെ പുസ്തകം 2:21 രാഹാബ് എന്ന വേശ്യ ആ ചുവന്ന നൂല് ഉപയോഗിച്ചില്ലേ? യെസ്, നമ്മുടെ കർത്താവിനെ മത്തായി 22:28-29 സ്ട്രിപ്റ്റ് മാൻ പുട്ട് ഹിം എ സ്കാർലറ്റ് റോബ് ഓൺ ഹിം. അവന്റെ വസ്ത്രം അഴിച്ചിട്ടൊരു ചുവന്ന മേലങ്കി അവനെ ധരിപ്പിച്ചു. നോക്ക, ഈ സ്കാർലറ്റ്, ആ ചുണ്ടുകളുടെ സംസാരം എന്താണെന്നറിയാമോ? അവൾക്ക് പറയാനുള്ളത് അവൾക്ക് വേണ്ടി ചിന്തിയ ചോരയുടെ കഥയാണ്. ആ രാഹാബ് എന്ന വേശ്യയുടെ, അവൾക്ക് രക്ഷപ്പെടുവാൻ കഴിഞ്ഞത് ആ സ്കാർലറ്റ് ത്രെഡാണ്. ബ്രിട്ടീഷ് നേവി ഉപയോഗിക്കുന്ന റോപ്പ് ആർക്കും മോഷ്ടിച്ചു പോകണോ ഒക്കെയല്ലെന്ന. അതിനെക്കുറിച്ച് ഞാനിങ്ങനെ മനസ്സിലാക്കി. ആ റോപ്പ് പിണഞ്ഞെടുക്കുമ്പോൾ അതിന്റെ അകത്തൊരു ചുവന്ന നൂല് ഇങ്ങനെ പോയിട്ടുണ്ട്. ആ റോപ്പ് എവിടെ വെച്ച് മുറിച്ചാലും ചുവന്ന നൂല് കാണാം. അപ്പൊ ബ്രിട്ടീഷ് നേവിയുടെ റോപ്പ് മോഷ്ടിച്ചുകൊണ്ട് പോയാൽ ടെസ്റ്റ് ചെയ്യാൻ എളുപ്പമായി. എവിടെ നോക്കിയാലും ആ റെഡ് ത്രെഡ് അതിന്റെ നടുക്കൂടെ പോകുന്നുണ്ട്. ബൈബിള് മുഴുവൻ പറയുന്ന സത്യം അതാണ്. ആ സ്കാർലറ്റ് ത്രെഡ് തന്റെ പുത്രന്റെ വീണ്ടെടുപ്പിന്റെ കഥയാണിത് മുഴുവൻ. എവിടെ എടുത്താലും ബ്രിട്ടീഷ് നേവിയുടെ റോപ്പിനകത്തുള്ള ചുവന്ന ത്രെഡ് പോലെ ഉൽപ്പത്തി 1 തൊട്ട് താഴെ വരെ ഈ ദൈവപുത്രന്റെ വീണ്ടെടുപ്പിന്റെ ആ കഥയാണ് മുഴുവൻ പോകുന്നത്. ഒരിക്കൽ ആധരങ്ങള് വാ തുറന്നാല് ദുർഗന്ധം വമിച്ചിരുന്നെങ്കിൽ ഇന്ന് അവൾ എത്ര രൂപാന്തരം പ്രാപിച്ചു.
അവളുടെ അധരത്തെക്കുറിച്ച് പറയുകയാണ്, ലൈക്ക് ദ ത്രെഡ് ഓഫ് സ്കാർലറ്റ് ആൻഡ് ദ സ്പീച്ച് ഇസ് കോംലി. നിന്റെ സംസാരങ്ങൾ എത്ര സൗന്ദര്യമാണ്, എത്ര ഇമ്പമാണ്. ഹെർ എക്സ്പ്രഷൻ ഓഫ് ഹെർ ഇന്നർ ലൈഫ് ഈസ് എക്സ്പ്രസ് ത്രൂ ഹെർ മൗത്ത്. അവളുടെ ഹൃദയം നിറഞ്ഞു കവിഞ്ഞത് വായ് പ്രസ്താവിക്കുകയാണ്. വായ് പ്രസ്താവിക്കുമ്പോൾ അതെത്ര ഇമ്പമാണ്. അവനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ മലാഖിയിൽ വായിക്കുന്നു, യഹോവ ഭക്തന്മാർ തമ്മിൽ തമ്മിൽ സംസാരിച്ച് യഹോവ ശ്രദ്ധ വെച്ച് കേട്ടു. അവനത് ശ്രദ്ധിക്കുന്നു, അവന്റെ ഹൃദയത്തെ അത് കുളിർമ കൊള്ളിക്കുന്നു. നമ്മൾ ഓരോന്ന് നോക്കിയാട്ടെ, അവളുടെ കണ്ണുകൾ അവളുടെ കാഴ്ചപ്പാട്, അവളുടെ തലമുടി അവളുടെ സമർപ്പണം, അവളുടെ പല്ല് അവളുടെ ആത്മീക വളർച്ചയെ കാണിക്കുന്നു. അവളുടെ ആധരം ഇന്ന് അവളുടെ എക്സ്പ്രഷനെ കാണിക്കുന്നു. അടുത്തായിട്ട് പറഞ്ഞു അവളുടെ ചെന്നികൾ. 3 അടുത്ത ഭാഗം, നിന്റെ ചെന്നികൾ നിന്റെ മൂടുപടത്തിന്റെ ഉള്ളിൽ മാതളപ്പഴത്തിന്റെ കണ്ണം പോലെ ഇരിക്കുന്നു. ബൈബിളിൽ മാതളപ്പഴം വളരെ അധികം എടുത്ത് പറയുന്നുണ്ട്. മഹാപുരോഹിതന്റെ വസ്ത്രത്തിന്റെ അഗ്രത്ത് സ്വർണ്ണമണിയും മാതളപ്പഴവും വെക്കണം ഉണ്ടാക്കിയിരിക്കും. മാതളപ്പഴം ഒരുപാട് കാണിക്കും. മാതളപ്പഴം ഇവിടെ ഞാൻ അത്രയും മാതളപ്പഴം കണ്ടിട്ട്, ഗൾഫിലൊക്കെ ജോലി ചെയ്തപ്പോൾ ഇറാനിൽ നിന്ന് വരുന്ന മാതളപ്പഴമൊക്കെ കിട്ടുമായിരുന്നു. വലിയ മാതളപ്പഴം അതങ്ങോട്ട് മുറിച്ചു കഴിഞ്ഞാൽ ചുവന്ന നിറവാ, അല്ലി അങ്ങ് തിങ്ങിയിരിക്കുക, അതിനകത്ത് മുഴുവൻ അല്ലി നിറഞ്ഞു നിൽക്കുക, ഒത്തിരി അല്ലി, ഒരല്പം പോലും സ്പേസിൽ അത് നിറഞ്ഞു നിൽക്കുക. ഇത് കണ്ണമാണ്, മാതളപ്പഴത്തിന്റെ കണ്ണം. മുറിച്ചാൽ നമുക്കത് കാണാം. ഇറ്റ് ഈസ് ഫുൾ ഓഫ് ലൈഫ്, ഫുൾ ഓഫ് വിഗർ. ആ മാതളപ്പഴം നാരകം തന്നെ വാസ്തവത്തിൽ റിഫ്രഷിനെയാണ് കാണിക്കുന്നത്. നമ്മൾ ലൈം എന്ന് പറയുമ്പോൾ റിഫ്രഷ്, മാതളം ലൈമിൽ അതിന്റെ ഫുൾ ഓഫ് ലൈഫ്, ജീവൻ നിറഞ്ഞു നിൽക്കുകയാണ്. കർത്താവ് വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധമായ ജീവൻ ഉണ്ടാകുവാൻ, അബണ്ടന്റ് ലൈഫ്. യോഹന്നാൻ 10:10 വായിക്കും, അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ, സമൃദ്ധിയായ ജീവൻ ഉണ്ടാകുവാൻ. യോഹന്നാൻ 10:10 ഞാൻ പറഞ്ഞത്. റോമർ 5:17 ഏകന്റെ ലംഘനത്താൽ മരണം ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെ നീതിദാനത്തിന്റെ സമൃദ്ധി ലഭിക്കുന്ന യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികം ജീവനിൽ വാഴും. They are reigning in life abundantly. ദൈവജനത്തിന്റെ സമൃദ്ധമായ ജീവൻ. എന്നാൽ ആ ജീവൻ കാണിച്ചിരിക്കുന്ന എവിടെയാണ്? അവളുടെ ചെന്നിയാണ്. ടെമ്പിൾസ് ചെന്നികൾ. എന്നാൽ അത് ചീക്സ് എന്ന് ഉപയോഗിക്കാവുന്നതാണ്. അവിടുത്തെ ട്രാൻസ്ലേഷനിൽ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ചീക്സ്. അവളുടെ കവിൾത്തടങ്ങൾ, മൂടുപടത്തിന്റെ നടുവിലെ കണ്ണും ആ കവിൾത്തടവും അത് മുഴുവൻ ഒരു മാതളത്തിന്റെ കണ്ണും പോലെ ഇരിക്കുന്നെങ്കിൽ, നിറഞ്ഞ നീരുകൊണ്ട് നിറഞ്ഞ സമൃദ്ധമായ അവളുടെ കവിൾത്തടങ്ങൾ, അവളുടെ ഉള്ളിലുള്ള ജീവന്റെ തുടിപ്പാണ് ആ മുഖത്ത് കാണിക്കുന്നത്. ആ പ്രിയയുടെ സൗന്ദര്യം പ്രിയൻ വർണ്ണിക്കുകയാണ്. നിറഞ്ഞു നിൽക്കുന്നു അവളുടെ ആന്തരിക ജീവൻ, അത് തുടിക്കുന്നു, അവനത് സന്തോഷിക്കുകയാണ്. അതിന്റെ 6ാമത്തെ ഫീച്ചർ നമ്മളതിന്റെ 4ാം വാക്യത്തിലെ അവിടെ കഴുത്താണ്. നിന്റെ കഴുത്ത് ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തിനൊക്കും അവയിൽ 1000 പരിച തൂക്കിയിരിക്കുന്നു. കഴുത്ത് വളരെ പ്രധാനം. കഴുത്ത് വചനത്തിൽ എന്തിനാ കാണിക്കുന്നത് അറിയാമോ? വില്ലിനെയാ കാണിക്കുന്നത്. വിൽ, ഇച്ഛാശക്തിയൊക്കെ വചനത്തിൽ അങ്ങനെ തന്നെയാ പറയുന്നത്. ഞാൻ വാക്യങ്ങൾ എടുത്തു തരാം. വചനത്തിലെ വില്ലിനെയാണ് നമ്മുടെ കഴുത്ത് കാണിക്കുന്നത്. നമുക്ക് 1-2 വാക്യം വേണേ നോക്കാം. അപ്പോസ്തലപ്രവൃത്തി 7:51 ആ കഴുത്തിനുള്ള ബന്ധത്തിൽ നോക്കിയാട്ടെ. 7:51 അവിശ്വാസികളായ യഹൂദന്മാരോട് യാക്കോബ് പറയുന്ന പ്രസംഗമാണ്. ഞാനത് ഇംഗ്ലീഷിൽ വായിക്കാൻ പോവുകയാണ്. ഈ സ്റ്റിഫ് നെക്ട്, ശാഠ്യക്കാരെന്ന് പറഞ്ഞിരിക്കുന്നത് സ്റ്റിഫ് നെക്ട് എന്ന് പറഞ്ഞാൽ വളയാത്ത കഴുത്തുള്ളവർ. സ്റ്റിഫ് നെക്ട് മനസ്സിലല്ലേ? ശാഠ്യം, അത് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ ശാഠ്യം എന്ന, ഇംഗ്ലീഷിൽ വളരെ ക്ലിയർ ആയിട്ട് സ്റ്റിഫ് നെക്ട് എന്ന. ഈ സ്റ്റിഫ് നെക്ട് ആൻഡ് അൺസർക്കംസൈസ്ഡ് ഇൻ ഹാർട്ട് ആൻഡ് ye do always resist the Holy Spirit as your fathers did, so do ye. യാക്കോബ് അനുസരിക്കാത്ത അവിശ്വാസികളായ യഹൂദന്മാരോട് പറയുകയാണ്. ഒരു വാക്യം കൂടെ, യെശയ്യാവ് 3:16 ഇച്ഛാശക്തിക്ക് അനുസരിച്ച് ചെയ്യുമ്പോൾ അഹങ്കരിച്ച് നടക്കുന്നവരെ കുറിച്ച് പറയുന്ന പദമാണ് യെശയ്യാവ് 3:16. കഴുത്ത് നീട്ടി നീട്ടി നടക്കുകയാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഇച്ഛാശക്തിക്ക് ചെയ്തതിന്റെ അഹങ്കാരത്തിൽ നടക്കുകയാണ്. ആ കഴുത്ത് നീട്ടി നടക്കുന്നു. ഒരു കൂട്ടം ആളുകള് സ്റ്റിഫ് നെക്ടാണ്, കഴുത്തിനെ വളയ്ക്കുന്നില്ല. കഴുത്ത് നമ്മുടെ ഇച്ഛാശക്തിയാണ് കാണിക്കുന്നത്. നമ്മള് ഇവിടെ വളരെ പഠിക്കാനായിട്ടുണ്ട്. കൂനിയായ ഒരു സ്ത്രീയെക്കുറിച്ച് നമ്മൾ വായിക്കുന്നു. 18 സംവത്സരം കൂനിയായ സ്ത്രീ, അവളുടെ കഴുത്ത് എങ്ങോട്ടായിരുന്നു? താഴോട്ട് കുനിഞ്ഞിരിക്കുകയായിരുന്നു. കർത്താവ് സുഖപ്പെടുത്തിയപ്പോൾ ആ കഴുത്തുകൾ നിവർന്നു. ഇനി നമുക്ക് ആ വാക്യം നോക്കിയാട്ടെ. അതിന്റെ ആശയം എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ കഴുത്തിനെ കുറിച്ച് പറയുമ്പോൾ, നിന്റെ കഴുത്ത്
ആയുധശാലയായി പണിതിരിക്കുന്ന ദാവീദിൻ ഗോപുരത്തോടൊക്കും അതിൽ 1000 പരിച തൂക്കിയിരിക്കുന്നു. നോക്കുക, ദാവീദിന്റെ ഗോപുരം പോലെയുള്ള കഴുത്ത്. ഈ ബോഡി ശിരസുമായിട്ട് ബന്ധപ്പെടുത്തുന്ന അവയവം ഏതാണ്? കഴുത്താണ്. നമ്മള് കൊലോസ്യർ 2 വളരെ പ്രധാനപ്പെട്ട ഒരു വാക്യമാണ്. 2:18-19 വായിച്ചാല് ഈ ശിരസായ കർത്താവിനെ മുറുകെ പിടിക്കാൻ പറയുന്നുണ്ട്. കൊലോസ്യർ 2:18-19 നമ്മൾ എടുത്തു നോക്കാം. അത് പിടിച്ചില്ലെങ്കിൽ നമ്മുടെ വിരുദ് റിവാർഡ് നഷ്ടപ്പെടുമെന്ന് പറയുന്നുണ്ട്, ഇല്ലേ? കൊലോസ്യർ 2:18-19. ആൻഡ് നോട്ട് ഹോൾഡിംഗ് ദ ഹെഡ്. നിങ്ങളുടെ വിരുദാരും തെറ്റിക്കരുത്. നിങ്ങളുടെ പ്രൈസ്, നിങ്ങളുടെ പ്രതിഫലം ആരും നഷ്ടപ്പെടുത്തരുത്. നിങ്ങൾ തലയെ മുറുകെ പിടിക്കുന്നില്ലെങ്കിൽ നിങ്ങളുടെ വിരുദ് നഷ്ടപ്പെടും, നിങ്ങളുടെ പ്രതിഫലം നഷ്ടപ്പെടും. ഇവിടെ നോക്കുക, ആ ശിരസ് ഒരിക്കലെ കൂനിയിരുന്ന ശിരസാണ്. പൗലോസിനെ മറ്റും നോക്കിയാട്ടെ, ഒരു ഇരുമ്പ് കഴുത്ത് പോലെ അചഞ്ചലനായി പൗലോസ് നിന്നു. ദൈവത്തോടുള്ള കർത്താവിലും അവന്റെ അഭിനപരത്തിലും ശക്തിപ്പെട്ടുകൊണ്ട് അചഞ്ചലമായി ആ കഴുത്തുകൾ കർത്താവിന് വേണ്ടി കുനിയാതെ നിവർന്നു നിന്ന ഒരു കഴുത്തായിരുന്നു പൗലോസിന്റെ കഴുത്ത്. നീറോയുടെ വാള് ആ കഴുത്തിൽ വീഴുന്നതുവരെ ആ കഴുത്ത് കുനിച്ചു കൊടുത്തില്ലേ? ആ ശിരസുമായിട്ട് അത് മുറുകെ പിടിച്ചിരിക്കുകയായിരുന്നു. ഇവിടെ അതാണ് പറഞ്ഞത്, ഗോപുരം പോലെയുള്ള കഴുത്ത്. നോക്കിയാട്ടെ, ദാവീദിന്റെ ഗോപുരത്തോട് നിന്റെ കഴുത്തൊക്കും. യുവർ വിൽ പവർ, അല്ലെങ്കിൽ നിന്റെ ഇച്ഛാശക്തി ഉണ്ടല്ലോ, അത് ഒരു ദാവീദിന്റെ ഗോപുരം പോലെയാണ്. പൗലോസിന്റെയും മറ്റും കഴുത്തുകള് കുനിയാതെ നിവർന്നു നിന്നു നീറോയുടെ വാള് കഴുത്തിൽ വീഴുന്നതുവരെ. ഒരു ദൈവജനത്തിന്റെ മഹത്വപൂർണമായ തീരുമാനമാണ്. ഒരു വിൽഡർനെസ് ക്രിസ്ത്യൻ, അതായത് മരുഭൂമിയിൽ ജീവിക്കുന്ന ഒരു വിശ്വാസി, ഒരു ജഡികനായ വിശ്വാസി, ആ കൂനിയായ സ്ത്രീയെ പോലാണ്. ലൂക്കോസ് 13:11 വാക്യത്തിൽ വായിക്കുന്നു, ആ കൂനിയായ സ്ത്രീ എപ്പോഴും അവിടെ കഴുത്ത് കുനിഞ്ഞിരിക്കുകയാണ്. അവൾ ഭൂമിയിലുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇവിടെ എന്താണ്? എ ടവർ, ഗോപുരം. കഴുത്തുകൾ ഉയർന്നു കഴിഞ്ഞു. മുകളിലോട്ട് നോക്കുവാൻ ആ കൂനിയായ സ്ത്രീയുടെ കഴുത്തുകൾ ഉയർന്നു കഴിഞ്ഞപ്പോൾ അവൾക്ക് മുകളിലോട്ട് നോക്കുവാൻ, മുന്നോട്ട് നോക്കുവാൻ അവൾക്ക് കഴിഞ്ഞു. നമ്മളും ഒരിക്കൽ അതുപോലെയായിരുന്നു. നമ്മുടെ കർത്താവിനെ കണ്ടുപിട്ടി കഴിഞ്ഞു. നമ്മുടെ ഗോപുരം പോലെ നമ്മുടെ കഴുത്തുകളായി. എന്നാൽ ഇവിടെ എടുത്തു പറഞ്ഞു, അത് ദാവീദിന്റെ ഗോപുരത്തോടൊക്കുന്നു. ദാവീദ് എന്തിനാണ് ഗോപുരം പണിതത്? ദാവീദ് സിയോൻ കോട്ട പിടിച്ച് സിയോൻ കോട്ടയിൽ അനേക ഗോപുരങ്ങൾ പണിതു. എന്തിനാണ്? ദാവീദ് ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനാണ്. ദാവീദ് ഗോപുരങ്ങൾ പണിതത്, ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ ടവേഴ്സ്. എന്തിനായി ടവേഴ്സ് പണിതത്? ടവേഴ്സിനകത്ത് എപ്പോഴും വാച്ച്മെൻ നിൽക്കുന്നതാണ്. ശത്രുക്കൾ വരുന്നുണ്ടോ എന്ന് ദൂരോട്ട് നോക്കുകയാണ്. ഉണർന്നിരുന്ന് നോക്കുന്ന പ്രതലമാണ് ടവേഴ്സ്. ദാവീദിന്റെ ആ ഗോപുരത്തോട് നിന്റെ കഴുത്തൊക്കുന്നു. നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞില്ലേ, എപ്പോഴും ഉണർന്നിരിക്കണമെന്ന്. ഉണർന്നിരിക്കണം, നമ്മൾ അലേർട്ടായിരിക്കുകയാണ്. ആ ഗോപുരത്തിലുള്ള വാച്ച്മാൻ അവൻ ഉറങ്ങുകയല്ല. ഹി ഈസ് ഓൾവേസ് അലേർട്ട് ഇൻ ദ സ്പിരിച്വൽ മാറ്റേഴ്സ്. എഫെസോസിലെ മൂപ്പന്മാരെ വിളിച്ചപ്പോഴും പൗലോസ് അവരോട് ആവശ്യപ്പെട്ടു, ഉണർന്നിരിപ്പീൻ. ദേ ഷുഡ് ബി വാച്ച്ഫുൾ. എന്നാൽ എടുത്തു പറഞ്ഞൊരു പദം ഇവിടെ ഈ ഗോപുരത്തെങ്കിൽ എന്താണെന്ന് നോക്കിയാട്ടെ, 1000 പരിച തൂക്കിയിട്ടിരിക്കുന്നു. അവയൊക്കെയും വീരന്മാരുടെ പരിചയാണ്. നമ്മൾ നേരത്തെ യുദ്ധവീരന്മാരെ കുറിച്ച് പഠിച്ചു. ഇപ്പോൾ ഇവിടെ നോക്കുക, അവളുടെ കഴുത്ത് ഗോപുരം പോലെയാണ്, ദാവീദിന്റെ ഗോപുരം പോലെ. പക്ഷെ അതിന്റെ ചുറ്റും നമ്മൾ വായിക്കുന്നു 1000 പരിച തൂക്കിയിട്ടിരിക്കുകയാണ്. എന്തിനാണെന്നറിയാമോ പരിച? നമ്മൾ എഫേസ്യർ 6:16 വായിക്കുന്നു. എഫേസ്യർ 6:16, ദുഷ്ടന്റെ തീയമ്പുകളെ കെടുത്തുവാൻ തക്കവണ്ണമുള്ള വിശ്വാസം എന്ന പരിച. പൈശാചികൻ നമ്മളെ തകർക്കുവാൻ പല തീയമ്പുകൾ അയച്ചുകൊണ്ടിരിക്കും. നമ്മളെ നിരാശപ്പെടുത്തുവാൻ തീയമ്പുകൾ അയച്ചുകൊണ്ടിരിക്കും. ഈ തീയമ്പുകൾ എവിടെങ്കിലും വന്നൊന്ന് തറച്ചാൽ മതി. തീയമ്പുകൾ, തീയുടെ അമ്പ, പിന്നെ തീ പിടിച്ചോളും. പക്ഷെങ്കില് ദുഷ്ടന്റെ തീയമ്പുകൾ എന്നിൽ പതിക്കാതെ വണ്ണം എനിക്കിഷ്ടം പോലെ പരിച തൂക്കിയിട്ടിരിക്കുകയാണ്. വിശ്വാസത്തിന്റെ പരിച. വാസ്തവത്തിൽ തീയമ്പുകൾ നമ്മളിൽ പതിച്ചു കഴിഞ്ഞാൽ സംഗതി തകർന്നു പോകും. പതിയാതിരിക്കുന്നത് 1000 പരിച പോയിന്റ്സ് ടു ദ സഫിഷ്യൻസി ഓഫ് ദറ്റ് ആർമറി. ആ വാസ്തവത്തിൽ ആയുധശാലയുടെ സമൃദ്ധിയാണ് കാണിക്കുന്നത്. എന്തൊരു പഠനമാണെന്ന് നോക്കിയാട്ടെ. ഒരു ദൈവജനത്തോടുള്ള ബന്ധത്തിൽ അവസാനമായിട്ട് 7ാമത് പറഞ്ഞിരിക്കുന്നത് അവളുടെ മാർവാണ്. വളരെ പ്രധാനമുള്ള വാക്യം. ഞാൻ ഇംഗ്ലീഷ് അത് വായിക്കാം. Thy two breasts are like 2 young roes that are twin which feed among the lilies. നോക്ക, വചനത്തില് എപ്പോഴും ഈ ബ്രസ്റ്റ് പ്ലേറ്റ് എന്നൊക്കെ എടുത്ത് പറയുന്നുണ്ട്. ബ്രസ്റ്റ് പ്ലേറ്റ് വചനത്തിൽ എന്തിനാ അത് കാണിക്കുന്നതെന്ന് അറിയാമോ? നമ്മുടെ കർത്താവിനെ കുറിച്ച് എടുത്തു പറയുമ്പോൾ തന്നെ അവന്റെ മാർവിൽ വെളിപ്പാടൊന്നിൽ വായിക്കുന്നുണ്ട്, സ്വർണം കൊണ്ടുള്ള കവചം കെട്ടിയിരുന്നു കർത്താവിന്റെ മാർവില്. മാത്രമല്ല നമ്മള് വിശ്വാസം എന്ന കവചം നോക്ക 2 ട്വിൻ എന്നാ പറഞ്ഞിരിക്കുന്നത്.
വചനം ഒന്ന് ശ്രദ്ധിക്കാം. നമ്മുടെ ബ്രസ്റ്റ് എപ്പോഴും വാസ്തവത്തിൽ എമോഷനെയാണ് കാണിക്കുന്നത്, പക്ഷെങ്കിൽ ഇത് ട്വിന്നാണെന്നാ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കാം. ഇരട്ട പിറന്നതുപോലെ ഒരു വിശുദ്ധന്റെ മാർവ് എന്താണെന്ന് നോക്കിയാട്ടെ. 1 Thessalonians 5:8 നോക്കിയാട്ടെ, ഒന്ന് വായിച്ചു നോക്കാം. ആ മാർവ് എന്താണെന്ന് നോക്കിയാട്ടെ. 1 Thessalonians 5:8. വിശ്വാസവും സ്നേഹവും ഒരു വിശുദ്ധന്റെ മാർവെന്ന് ബൈബിളിൽ വരുമ്പോൾ ദാറ്റ് ഈസ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്. ഫെയ്ത്ത് ആൻഡ് ലവ്, ബ്രസ്റ്റ് പ്ലേറ്റ് ഓഫ് ഫെയ്ത്ത് ആൻഡ് ലവ്. നമ്മുടെ രണ്ട് മാർവ് വിശ്വാസവും സ്നേഹവുമാണ്. ഈ വിശ്വാസവും സ്നേഹം കൊണ്ടാണ് നമ്മുടെ പ്രിയനെ നമ്മൾ ആലിംഗനം ചെയ്യുന്നത്, അല്ലേ? അവനോട് നമ്മൾ ബന്ധപ്പെടുന്നത് ആ വിശ്വാസവും സ്നേഹവുമാണ്. വിശ്വാസവും സ്നേഹവും. നമുക്കിനി അതിനെക്കുറിച്ച് ഒരു ചെറിയ പഠനം നടത്താം. ഇരട്ട പിറന്ന 2 മാൻകുട്ടികൾ, ഇവ ഒന്നിച്ചു പിറന്നതാണ്. ഒരമ്മയുടെ ഗർഭത്തിൽ നിന്ന് ഒരുപോലെ പിറന്നതാണ്. ആണോ നോക്കാം. നമുക്കൊന്ന് എടുത്തു നോക്കാം. ആദ്യം നമുക്ക് എഫേസ്യർ 2:8 നോക്കിയാൽ നമുക്കറിയാവുന്ന വാക്യമാണ്. കൃപയാലല്ലോ വിശ്വാസം മൂലം നിങ്ങളെ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടു. റോമർ 5:5 നോക്കിയാട്ടെ. രക്ഷിക്കപ്പെട്ട ഉടനെ എന്നോ സംഭവിച്ചു? എഫേസ്യർ 2:8 കൃപയാൽ വിശ്വാസം മൂലം നിങ്ങൾ രക്ഷിക്കപ്പെട്ടു. റോമർ 5:5 രക്ഷിക്കപ്പെട്ട നമുക്ക് എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നു. കൃപയാൽ രക്ഷിക്കപ്പെട്ടു. നമ്മുടെ ഉള്ളിലേക്ക് എന്ത് പകർന്നു? സ്നേഹം പകർന്നു. പിന്നെ എബ്രായലേഖനം 12:2 അവിടെ നമ്മൾ വായിക്കുന്നു, വിശ്വാസത്തിന്റെ നായകനാണ്. ഹി ഈസ് ദ ഓഥർ ഓഫ് ഫെയ്ത്ത്. അപ്പോൾ നമ്മൾ ഇവിടെ ചിന്തിച്ചാൽ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മളിൽ വിശ്വാസവും സ്നേഹവും ഒരുപോലെ ഉണ്ടായി. ഇത് രണ്ടും ഒന്നിച്ചു പിറന്നതാണ്. വിശ്വാസം പിറന്ന് കുറെ കഴിഞ്ഞപ്പോൾ സ്നേഹം ഉണ്ടായതല്ല, സ്നേഹം ഉണ്ടായി കുറെ കഴിഞ്ഞപ്പോൾ വിശ്വാസം ഉണ്ടായതല്ല. ഇത് രണ്ടും ഒന്നിച്ചു പിറന്നതാണ്. ഞാൻ വിശ്വസിച്ചു രക്ഷിക്കപ്പെട്ട മാത്രയിൽ ദൈവത്തിന്റെ ആത്മാവിനെ എന്റെ ഉള്ളിലേക്ക് അയച്ച് ദൈവസ്നേഹം എന്നിലേക്ക് പകർന്നു. ഒന്ന് നോക്കിയാട്ടെ, 1-2 വചനം വായിച്ചു നോക്കാം. 1 തിമോഥെയോസ് 1-ാം അധ്യായം 1:14 നോക്കിയാട്ടെ. 1 തിമോഥെയോസ് 1:14 നോക്കുക. വിശ്വാസവും സ്നേഹവും രണ്ടും എടുത്തു പറഞ്ഞു. അതിന്റെ 5-ാം വാക്യം നോക്കിയാട്ടെ. 5-ാം വാക്യം അവിടെ വിശ്വാസവും സ്നേഹവും വീണ്ടും എടുത്തു പറഞ്ഞു. ഗലാത്യർ 5:6 നോക്കിയാട്ടെ. ഗലാത്യർ 5:6 നോക്കുക. നമ്മൾ ചിന്തിച്ചു ഒരു വിശുദ്ധന്റെ മാർവ്, 2 മാർവ്, അത് ഇരട്ട പിറന്നതാണ്, ഒന്നിച്ചു വന്നതാണ്. വിശ്വാസം ഉളവായപ്പോൾ തന്നെ നമ്മൾ സ്നേഹം ദൈവം പകർന്നതാണ്. ഗലാത്യർ 5:6 നോക്കുക. സ്നേഹത്തിൽ വ്യാപരിക്കുന്ന വിശ്വാസം. ഒരു വാക്യം കൂടെ നോക്കാം. ഫിലോമോന്റെ ലേഖനം 4-ാം വാക്യം നോക്കിയാട്ടെ. കർത്താവായ യേശുവിനോടും സകല വിശുദ്ധന്മാരോടുമുള്ള സ്നേഹത്തെയും വിശ്വാസത്തെയും കുറിച്ച് കേട്ടു. നമ്മൾ ബൈബിളിൽ ഒരുപാട് ഭാഗത്ത് സ്നേഹവും വിശ്വാസവും ഒന്നിച്ചാ പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വീണ്ടും പഠിച്ചാല് യാക്കോബ് 2:20-26 പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന് പറയുന്നു. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം. എന്നാൽ 1 Thessalonians 2:2-3 വാക്യത്തില് സ്നേഹത്തിന്റെ പ്രയത്നം എന്ന് പറയുന്നു. ലേബർ ഓഫ് ലവ്, ലേബർ ഓഫ് ലവ്, സ്നേഹത്തിന്റെ പ്രവൃത്തി. എന്നാൽ മറ്റേ ഭാഗത്ത് യാക്കോബിൽ എടുത്തു പറഞ്ഞു പ്രവൃത്തിയില്ലാത്ത വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വാസത്താലുള്ള പ്രവൃത്തിയും സ്നേഹത്താലുള്ള പ്രവൃത്തിയും. സ്നേഹവും വിശ്വാസവും ഒന്നിച്ചു പോകുന്നു. ഇത് രണ്ടും നമ്മളിൽ ഒന്നിച്ചു പിറന്നതാണ്. ദൈവത്തിന്റെ വചനം എത്ര കൃത്യമാണെന്ന് നോക്കിയാട്ടെ, എത്ര സത്യമാണെന്ന് കൃത്യമാണെന്ന് നോക്കുക. ഇത് ഇരട്ട പിറന്ന 2 മാൻകുട്ടി പോലെയാണ്. ഇനിയും ഈ സ്നേഹം നമ്മളിൽ വളരാനായിട്ടുള്ള മാർഗം എന്താണ്? വിശ്വാസം നമ്മളിൽ വളരാനുള്ള മാർഗം എന്താണ്? ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, ഈ മാൻകുട്ടികൾ വളരുന്നത് എവിടെ മേഞ്ഞുകൊണ്ടാണ്? ഈ വിശ്വാസവും സ്നേഹവും വളരുന്നത് എവിടെ മേഞ്ഞുകൊണ്ടാണ്? താമരക്കിടയിൽ മേയുകയാണ്. താമര എന്ന് പറയുന്നത് നമ്മൾ ഓർത്ത് ലില്ലിയാണ്. ഫീഡത്ത് അമംഗ് ദ ലില്ലീസ്. വിശുദ്ധന്മാരുടെ ഇടത്തിൽ ദൈവസഭയുടെ കൂടിവരവാണ് ലില്ലി പുഷ്പങ്ങളുടെ കൂടിവരവ്. നമ്മൾ നേരത്തെ ചിന്തിച്ചു, ആരാണ് അവിടെ മേയ്ക്കുന്നത്? കർത്താവ് എവിടെയാ മേയ്ക്കുന്നതെന്ന് നേരത്തെ നമ്മൾ പഠിച്ചു, ഇല്ലേ? ഓർക്കുന്നുണ്ടോ? യെസ്, അവന് മേയ്ക്കുന്നത് താമരയുടെ ഇടയിലാണ്. 2:16 നോക്കിയാട്ടെ. 2:16 എന്റെ പ്രിയൻ എനിക്കുള്ളവൻ, അവൻ താമരയുടെ ഇടയിൽ മേയ്ക്കുന്നു. ഹീ ഈസ് ഫീഡിങ് അമംഗ് ദ ലില്ലീസ്. ഈ കർത്താവിന്റെ ശുശ്രൂഷ ദൈവസഭയിൽ നടക്കുകയാണ്. ഈ ഈസ് ഫീഡിങ് അമംഗ് ദ ലില്ലീസ്. ഈ ലില്ലി പുഷ്പങ്ങളുടെ മധ്യത്തിലാണ് എന്റെ ജനിച്ചിരിക്കുന്ന വിശ്വാസവും സ്നേഹവും വളരുന്നത്. അത് ഫീഡ് ചെയ്യുമ്പോൾ അത് രണ്ടും വളരുകയാണ്. നമ്മൾ 1 തിമോഥെയോസ് 1:5 ഇപ്പോൾ വായിച്ചു. നല്ല മനസ്സാക്ഷിയും ശുദ്ധ ഹൃദയത്താൽ സ്നേഹത്താലും വിശ്വാസവും വളരുന്നു. നല്ല മനസ്സാക്ഷി മൂലം സ്നേഹവും വിശ്വാസവും വളരുന്നു. ഇറ്റ് ഈസ് ഡെവലപ്പിംഗ്, അല്ലേ? 1 തിമോഥെയോസ് 1:5 നോക്കിയേ. ഒന്നുകൂടെ ആ വാക്യം വായിക്കാം. ഈ നമ്മൾ എടുത്തു വായിച്ചു, ലില്ലി പുഷ്പം വിശുദ്ധിയുടെ പ്രതലമാണ്. ഈ ലില്ലി പുഷ്പങ്ങളുടെ മധ്യത്തിലാണ് ഈ 2 മാൻകുട്ടികൾ മേഞ്ഞു വളരുന്നത്. 1 തിമോഥെയോസ് 1:5 നോക്കിയേ. കണ്ടോ? നല്ല മനസാക്ഷി, ശുദ്ധ ഹൃദയം, ലില്ലി പുഷ്പം, ക്ലീൻ,
ഹോളി. അവിടെയാണ് ഇത് മേഞ്ഞു വളരുന്നത്. നമ്മളിലുള്ള സ്നേഹവും വിശ്വാസവും വളരുന്ന പ്രതലം അവിടെയാണ്. വിശുദ്ധിയുടെ മാനദണ്ഡം, നല്ല മനസാക്ഷി, ശുദ്ധ ഹൃദയം, അവിടെ അത് വളരുകയാണ്. ഒരു ഹെവൻലി അറ്റ്മോസ്ഫിയർ. അവിടെയാണ് ഈ മാൻകുട്ടികൾ ഫീഡ് ചെയ്യുന്നത്. ഈ 2 മാൻകുട്ടികൾ അവിടെ വളരുകയാണ്. അവ വളരുകയാണ്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുകയും നമ്മുടെ പ്രിയന്റെ സംതൃപ്തിക്കായി അത് വളരുകയാണ്. എന്നാൽ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിക്കുന്നു, വിശ്വാസം നമ്മൾ കേൾവിയാൽ വരുന്നു, വളരുന്നു. എന്നാൽ ഇതോടുള്ള ബന്ധത്തിൽ ഒരു ഭാഗം കൂടെ ഞാൻ ചൂണ്ടി അവസാനിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇത് 2 ഒന്നിച്ചു പിറന്നതാണ്. 8-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വരുമ്പോൾ, വിവാഹപ്രായമെത്തിയ ഒരു പെൺകുട്ടി, അവളുടെ ഈ 2 ഭാഗങ്ങൾ വളർന്നിട്ടില്ല. അവളുടെ ബ്രസ്റ്റ്, സ്നേഹവും വിശ്വാസവും വളർന്നിട്ടില്ല. ആത്മീയ പക്വതയുള്ള വിശ്വാസികൾ അവിടെ കരയുകയാണ്. വിവാഹം പറയുന്ന നാളിൽ എന്തു ചെയ്യും? വിശുദ്ധന്മാരുടെ മധ്യത്തിൽ അവർ ജനിച്ചു വീണെന്നുള്ളതല്ലാതെ 8-ന്റെ 8 വായിക്കേണ്ട, അവിടെ നമ്മൾ കാണുന്നു യാതൊരു ആത്മീയ വളർച്ച സംഭവിക്കാത്ത ഒരു കൂട്ടം വിശുദ്ധന്മാരെയാണ് 8-ന്റെ 8 എടുത്ത് കാണിക്കുന്നത്. ആത്മീയ വളർച്ച സംഭവിച്ചിട്ടില്ലേ? എന്നാൽ ഇവിടെ നോക്കുക, ഒന്നിച്ചു പിറന്നു വിശ്വാസവും സ്നേഹവും. അത് ആത്മീക പ്രതലത്തിൽ, ഹെവൻലി അറ്റ്മോസ്ഫിയറിൽ 2 മാൻകുട്ടികളുടെ സമമായി അവ മേഞ്ഞു വളർന്ന് വാസ്തവത്തിൽ ആ വിശ്വാസവും സ്നേഹവും അവൾ വളർന്നു. അവൾ ഇന്നൊരു യൗവനയുക്തയായ കാന്തയായി മാറി. ആ പ്രിയന്റെ കൺമുമ്പിൽ അവൾ സൗന്ദര്യമുള്ളവളായി. അവളുടെ പല്ലുകൾ ഇരട്ട പിറന്ന, ആ വളരെ കടുപ്പമേറിയ ആഹാരങ്ങൾ കഴിച്ച് ഭക്ഷിപ്പാൻ കഴിയുന്ന അവളുടെ ആന്തരികം, ആ ഹെവൻലി വിഷൻസ് നിറഞ്ഞിട്ട് അവളുടെ കണ്ണിന്റെ കാഴ്ചപ്പാടുകൾ മാറിക്കഴിഞ്ഞു. അവളുടെ സമർപ്പണം, അവളുടെ കഴുത്ത്, അവളുടെ ഇച്ഛാശക്തി, 7 കൂട്ടം അംഗപ്രത്യംഗം എടുത്തു പറഞ്ഞിട്ട് അതിന്റെ 7-ാം വാക്യം നോക്കിയാട്ടെ. എന്റെ പ്രിയെ, നീ സർവാംഗ സുന്ദരി, നിന്നിൽ യാതൊരു ഊനവുമില്ലേ. എന്റെ പ്രിയെ, നീ സർവാംഗ സുന്ദരി. യെസ്, കർത്താവ് വാസ്തവത്തിൽ നമ്മളുടെ ഈ ഓരോ ഭാഗങ്ങളും ആത്മീയമായി വളർത്താൻ ശ്രമിക്കുകയാണ്. നമ്മുടെ വിശ്വാസം വളർത്താൻ ശ്രമിക്കുന്നു, നമ്മുടെ സ്നേഹം വളർത്താൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ കർത്താവിനോടുള്ള ഇച്ഛാശക്തി, സമർപ്പണം, ഇതെല്ലാം വളർത്താൻ ശ്രമിക്കുന്നു. വാസ്തവത്തിൽ ഒരു കാന്തയിൽ ഇത് വളരുന്നില്ലെങ്കിൽ അവൾ ഒരിക്കലും ഒരു പ്രിയന്റെ മുന്നിൽ സൗന്ദര്യവതിയായി മാറില്ല. വാസ്തവത്തിൽ ഒരിക്കൽ അവന്റെ കിരീടമായി നമ്മളെ നിർത്തുമ്പോൾ അവന് പാകതയുള്ള, പക്വതയുള്ള, വളർച്ചയെത്തിയ ഒരു പൂർണ്ണ ഒരു ബ്രൈഡായി, ഒരു മണവാട്ടിയായി നമ്മെ നിർത്തുകയാണ്. എന്നാൽ 8-ന്റെ 8 നമ്മൾ വായിച്ചു, ഈ വിശുദ്ധന്മാരുടെ കൂട്ടത്തിൽ വളർച്ചയെത്താത്ത ഒരു കൂട്ടം വിശ്വാസികൾ. നമ്മൾ ഓർത്തതുപോലെ ഭക്ഷണം കഴിപ്പാൻ പല്ലില്ലാത്ത, അല്ലെങ്കിൽ അതുപോലെ ആത്മീയമായി വളർച്ചയെത്താത്ത ഒരു കൂട്ടം വിശുദ്ധന്മാരും ദൈവസഭയ്ക്കുള്ളിലുണ്ട്. 45 സങ്കീർത്തനത്തിൽ വായിക്കുന്ന പോലെ, നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട്. നമ്മളെ തന്നെ അവനു വേണ്ടി സമർപ്പിക്കാം. അവനു വേണ്ടി നമ്മുടെ കഴുത്തുകളെ പൗലോസിന്റെ കഴുത്ത് പോലെ നമുക്ക് ഉറപ്പിച്ചു നിർത്താം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. 6-ാം വാക്യം എടുത്തില്ല, അതുകൂടെ എടുത്ത് വിട്ടുപോയതാണ്. 6-ാം വാക്യം നോക്കിയാട്ടെ. വെയിൽ കാറി നിഴൽ കാണാതെയാകുവോളും മൂറിൻ മലയിലും കുന്തിരിക്കച്ചെരുവിലും ചെന്നിരിക്കുക. നമ്മൾ മുമ്പേ ചിന്തിച്ചു, മൂരും കുന്തിരുക്കവും വീണ്ടും എടുത്ത് പറഞ്ഞിരിക്കുന്നു. മൂരും കുന്തിരുക്കവും, മൂര് സഫറിങ്ങിനെയാണ് കാണിക്കുന്നത്. അതിന്റെ മലയെന്ന് പറയുമ്പോൾ നമുക്കിവിടെ വളരെ ചിന്തിക്കാൻ സാധിക്കും. അതിന്റെ ഏറ്റവും പാരമ്യം പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു, അത് ഗോൽഗോത്തയാണ് കാണിക്കുന്നത്. ഗോൽഗോത്ത മല, മൂരിന്റെ മല. അവന്റെ ജീവിതത്തിൽ ഏറ്റവും വൈഷമ്യമുള്ള പാരമ്യം, ആ പ്രയാസങ്ങളുടെ ഏറ്റവും ഏറിയ പങ്ക് കടന്നു വന്ന ആ മലയെന്ന് പറയുന്നത്, ആ മൂറിൻ മല വാസ്തവത്തിൽ കാൽവറി ക്രൂശാണ്. അവിടെ അവൻ ദൈവത്തിന് സൗരഭ്യമുയർത്തുന്ന ഒരുവനായി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തു. നല്ല എടുത്തു പറഞ്ഞു, അണ്ടിൽ ദ ഡേ ബ്രേക്സ് ആൻഡ് ദ ഷാഡോസ് ഫ്ലീ അവേ. അത് കർത്താവിന്റെ 2-ാം വരവാണ്. കർത്താവിന്റെ 2-ാം വരവാണ്. കർത്താവ് വരുന്നതുവരെ ഇവിടെ നിഴലുകളും ഒക്കെയുണ്ട് ഈ ജീവിതത്തിൽ. അത് മാറിപ്പോകുന്നതുവരെ ഐ വിൽ ഗെറ്റ് മീ ടു ദ മൗണ്ടൻ. ഞാൻ അവിടോട്ട് ചേർന്നിരിക്കാം. യെസ്, ഞാൻ അവിടോട്ട് ചേർന്നിരിക്കാം. ആ മലയോട് ഞാൻ ചേർന്നിരിക്കാം. അവളുടെ ആത്മീയ പക്വതയാണ്. ആ ക്രൂശിനോട് ചേർന്ന് നോക്കുക, അവന്റെ മരണത്തോടെ അനുഭവപ്പെട്ട് ഞാനങ്ങനെ ചേർന്നിരിക്കാം. ഐ വിൽ ഗെറ്റ് മീ ടു ദ മൗണ്ടൻ ഓഫ് മിറ ആൻഡ് ഫ്രാങ്കൻസെൻസ് അണ്ടിൽ ദ ഡേ ബ്രേക്സ്. ആ പ്രഭാതം ഉദിക്കുന്നത് വരെ. ആ വാക്കുകൾ കൂടെ അവിടെ അതരത്തുന്നത് വീണപ്പോഴാണ് പ്രിയൻ പറഞ്ഞത്, അവളുടെ സമർപ്പണത്തെയാണ് അത് കാണിച്ചത്. നീ സർവാംഗ സുന്ദരിയാണ്, നിന്നിൽ യാതൊരു ഊനവുമില്ലേ. നമുക്കിവിടെ അത് അവസാനിപ്പിച്ച് 8 തൊട്ടുള്ള വാക്യം കർത്താവിനെ വെച്ചാൽ പിന്നീട് നമുക്ക് ചിന്തിക്കാം. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, എത്ര സൗന്ദര്യപൂർണമാണ് ഈ പുസ്തകം. ആത്മീയ കണ്ണുകൾക്ക് എത്രയോ ആഴമേറിയ അർത്ഥങ്ങൾ ഗ്രഹിപ്പാൻ കഴിയുന്ന പ്രിയനോടുള്ള ബന്ധത്തിന്റെ മനോഹരമായ ചിത്രം. നമ്മുടെ കർത്താവ്
വാസ്തവത്തിൽ ഈ ലോകത്തിൽ ചലിക്കുവാൻ കഴിയുന്നത് അവന്റെ ജനത്തിലാണ്, ആ പല്ലക്കിനുള്ളിലാണ്. യുദ്ധവീരന്മാർ കാവൽ ചെയ്ത പല്ലക്കാണ്. നമ്മളെ തന്നെ കർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കാം. വാസ്തവത്തിൽ ഇന്ന് തൃത്വം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഏർപ്പെട്ടിരിക്കുന്നത് നമ്മുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കാനാണ്. ആ വർദ്ധിച്ച സൗന്ദര്യത്തിലുള്ള ഒരു കാന്തയാണ് ഇവിടെ കണ്ടത്. ആത്മീയമായി നമ്മൾ എത്രത്തോളം അവന്റെ കൺമുമ്പിൽ സൗന്ദര്യമുള്ളവരായി മാറി എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അവന്റെ വലിയ നാമം മഹത്വപ്പെട്ടെ. പ്രാർത്ഥിക്കാം.